അല്ലാതെ സ്വമതീയത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു ശരീക്കാണ് നിനക്കുള്ളത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ ആ വാചകം കേവലം വൈരുദ്ധ്യമായി തീരും. അസ്സലാമു അലൈക്കും. സൂറത്തുൽ ഫാത്തിറിൽ ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. മരിച്ചവർ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ ഉത്തരം നൽകില്ല എന്ന അർത്ഥം വരുന്ന ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കെ മൊയ്തീൻ ശേഖനെ വിളിക്കുന്നതും മറ്റ് പലരെയും വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നതും അതിനെക്കുറിച്ച് വിശദീകരിക്കാമെന്ന് തന്നെ പറയും. മരിച്ചവരുടെ ജഡം കേൾക്കുകയില്ല, കാണുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നല്ലാതെ മരിച്ചവരുടെ റൂഹ് കേൾക്കുകയില്ല, കാണുകയില്ല എന്ന് പറഞ്ഞാൽ മരിച്ച ഉടനെ തന്നെ മലക്കുകൾ ചോദിച്ചാൽ നടക്കാണല്ലോ. അപ്പൊ ഖബറിൽ വെച്ച് മലക്കുകൾ നമ്മോട് ചോദിക്കുമ്പോൾ മലക്കോട് പറയണം, അല്ല ഖുർആനില്ലേ ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കൂല. ഞങ്ങൾ മരിച്ചിട്ടില്ലേ, പിന്നെ ഞങ്ങളോട് ചോദിച്ചാൽ നടക്കണം എന്താന്ന് ചോദിക്കണം. നമ്മൾ മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് ചോദ്യം ഉണ്ടാവുന്ന, അതിൽ പുത്തൻ പ്രസ്ഥാനക്കാരോ മറ്റോ ഒന്നുമല്ല. ഈ മരിച്ചവരെ കേൾപ്പിക്കൂല എങ്കിൽ മലക്കുകൾ എന്തിനാണ് ഇതിൽ നടക്കുന്നത്? മലക്കുകൾ ഈ ആയത്ത് കണ്ടിട്ടില്ലേ? മലക്കുകൾ ഈ ആയത്ത് നബിക്ക് കൊണ്ടേ കൊടുത്തത് മലക്കുകളല്ലേ? മലക്കുകൾ മരിച്ചവരെ കേൾപ്പിക്കൂല, മരിച്ചവരെ കേൾപ്പിക്കൂല എന്നുള്ള ആയത്ത് ഓർമ്മയില്ലാത്തവരാണോ മലക്കുകൾ ചോദിക്കുന്നത്? അപ്പോ അതിന്റെ ഉദ്ദേശം അങ്ങനെയല്ല. അവർക്ക് ഉപകാരം കിട്ടുന്ന വിധത്തിലുള്ള ഉപദേശ വഴലുകൾ മരിച്ചാൽ പിന്നെ പറ്റില്ല എന്നതാണ് അതിന്റെ വിവക്ഷ. അല്ലെങ്കിൽ മലക്കുകൾ ചോദിക്കൂലായിരുന്നു. മലക്കുകൾ മരിച്ചവരോട് ചോദിക്കുന്നുണ്ട്. മലക്കുകൾക്ക് ഈ ആയത്ത് അറിയാം, അതിന്റെ ഉദ്ദേശവും അറിയാം. മുസ്ലിങ്ങൾ തമ്മിൽ കണ്ടാൽ സലാം ചൊല്ലുകയും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സലാം ചൊല്ലിയാൽ മടക്കൽ മറ്റു മുസ്ലിമിന്റെ ബാധ്യതയുമാണല്ലോ, ബാധ്യമാണെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാരോട് സലാം ചെല്ലാനും മടക്കാനും പാടില്ല എന്ന് പറയുന്നത്? അവർ മുസ്ലിം അല്ലെങ്കിൽ അത് എങ്ങനെ മുസ്ലിം അല്ല ആവുന്നത് എന്ന് തെളിയിക്കാന്, അതുപോലെ മറ്റേ മുസ്ലിം ആണെങ്കിൽ തന്നെ സലാം ചെല്ലണ്ട എന്നുള്ളതിന് മറ്റേ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ വല്ല തെളിവുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും. മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിമീങ്ങളല്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ കക്കൂസിലിരിക്കുന്ന ആള് മുസ്ലിം അല്ല എന്ന് പറയേണ്ടി വരൂലേ? കക്കൂസിലിരിക്കുന്ന ആളോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കക്കൂസിലെത്തിയോടുകൂടി ആള് കാഫിറായി നടത്തല്ല. പിന്നെയോ സലാം പറയാൻ പാടില്ലാത്ത ഒരു പ്രത്യേകമായ പരിപാടിയുമായി കക്കൂസിലിരിക്കുന്ന ആള് ബന്ധപ്പെടുന്നത് കൊണ്ട് ആ പരിപാടി അവസാനിപ്പിച്ച് പുറത്തു വരുന്നത് വരെ അയാളോട് സലാം പറയാൻ പാടില്ല. ഇതാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ മുജാഹിദുകൾ കക്കൂസിലിരിക്കുന്ന വ്യക്തിയെ പോലെ സലാം പറയാൻ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട്, ചില വിശ്വാസങ്ങളും ചില നടപടിക്രമങ്ങളുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് അതിൽ നിന്ന് രാജിയായി തിരിച്ചു വരുന്നത് വരെ അവരോട് സലാം പറയാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം, എന്നല്ലാതെ അവർ മുസ്ലിമീങ്ങളല്ല എന്നല്ല. ഇനി ഇവിടെ തന്നെ പ്രത്യേകമായി ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, സലാം എന്ന് പറഞ്ഞാൽ ആദർശ പൊരുത്തത്തിന്റെ പ്രഖ്യാപനമാണ്. അസ്സലാമു അലൈക്കും, അല്ലാഹു തആലയുടെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്നാണല്ലോ അതിന്റെ ബാഹ്യമായ അർത്ഥം. അതേസമയം അതിന്റെ ആന്തരികമായ വിവക്ഷ, ഞാനും നിങ്ങളും ഒരാദർശത്തിലാണ്, നിങ്ങളുടെ ആദർശം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, ആ ആദർശത്തിന് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും എന്നാണ് ആന്തരികമായി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം. രണ്ടു നിലക്ക് ചിന്തിച്ചാലും ഇത് മുജാഹിദിനോട് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലെ മുജാഹിദുകൾ
കേരളത്തിലുള്ള മുഴുവൻ സുന്നികളെയും കൊല്ലൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. കേരളത്തിൽ എന്നല്ല ലോകത്തൊട്ടുക്കുമുള്ള സുന്നികൾ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവരെ കൊല്ലണമെന്നാണ് മുജാഹിദ് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേവലം 2-3 വ്യക്തികൾ മാത്രമാണ്. ഒന്നാമത് മഹാരാഷ്ട്രയിലെ ശിവസേന തലവൻ ബൽതാക്കറെ, അയാൾ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി പറയുന്ന വ്യക്തിയാണ്. രണ്ടാമത് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി പ്രസംഗിക്കുന്ന വ്യക്തി അഖിലേന്ത്യാ യുവമോർച്ചയുടെ പ്രസിഡന്റ് ഉമാഭാരതി, മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. മൂന്നാമത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പരസ്യമായി ലേഖനം എഴുതിയ വ്യക്തി അരീക്കോട്ടുകാരൻ മുജാഹിദ് നേതാവ് NV ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ മാസിക, അൽമനാർ മാസികയുടെ 1981 ഒക്ടോബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഷബാബ് അൽമനാർ മാസികയിൽ NV ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തി പറയുന്നത്, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും നേർച്ച നടത്തുന്നവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കും ആയിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. അപ്പൊ മൗലൂദ് നടത്തുക, നേർച്ച നടത്തുക, ഇതൊക്കെ സുന്നികൾ ചെയ്യുന്ന ഓരോ ഏർപ്പാടുകളാണ്. ഇത് ശിർക്കാണ്, ഇത് ചെയ്യുന്നവൻ മുശ്രിക്കാണ്, അവനെ കൊല്ലൽ നിർബന്ധമാണ് എന്നാണ് അൽമനാർ മാസികയുടെ മുഖലേഖനത്തിൽ NV ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ സുന്നികളൊക്കെ മുശ്രിക്കാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളങ്ങളെ കഴിച്ചിലാക്കട്ടെ എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇത് മുജാഹിദിനോട് എന്ന് പറഞ്ഞാൽ അള്ള എന്നെ കഴിച്ചിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞോ പിന്നെ രക്ഷപ്പെടൂല. കാരണം ആ പറഞ്ഞവനെ കൊല്ലണമെന്നാണ് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഈ സൗദി അറേബ്യയിലെ മുജാഹിദുകളുടെ വഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ സഹോദരന്മാരെ നമുക്ക് കാണാൻ പറ്റും. സ്വാധീനമുള്ള, രാഷ്ട്രീയ ശക്തിയുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള, അധികാര ബലമുള്ള ഏതൊക്കെ പ്രദേശങ്ങളുണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിം പണ്ഡിതന്മാരെയും സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികളെയും കേരളത്തിലെ സൗദി അറേബ്യയിലും മറ്റുമുള്ള വഹാബികൾ കൊലപ്പെടുത്തിയ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്, കേരളത്തിലുള്ള മുഴുവൻ സുന്നികളും കാഫിറുകളാണ് എന്നാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുജാഹിദുകൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ സൽസബീൽ എന്ന് പറയുന്ന പത്രം, ഈ പത്രത്തിൽ വളരെ വിശദമായിട്ട് തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന അധ്യക്ഷനായും കുറെ കാലം സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിക്കുകയും പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്ത വെളിയങ്കോട് മൗലവി, അദ്ദേഹം പറയുന്നത് മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചു തേടിയാൽ 4 വട്ടം കാഫിറാകും എന്നുള്ളതാണ് സത്യം. മുഹിയുദ്ദീൻ ഷേഖിനെ 1 വട്ടം വിളിച്ചാൽ 4 വട്ടം കാഫിറാവും. അപ്പൊ 1000 വട്ടം വിളിക്കുന്ന കുത്തുബിയ്യത്ത് 1 വട്ടം ചൊല്ലിയാൽ 4000 വട്ടം കാഫിറാവും. 4000 വട്ടം കാഫിറാകും കുത്തുബിയ്യത്ത് നടത്തിയവൻ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചവൻ എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ പത്രത്തിൽ എഴുതി വെക്കുന്നത്. ഇനിയും കേരളത്തിലെ മുജാഹിദുകൾ എഴുതി വെച്ചത് കാണും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ഖബർ ശരീഫ് സിയാറത്തിന് വേണ്ടി പോകുന്നത് അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിനേക്കാളും കടുത്ത കുറ്റമാണ്. വെളിയങ്കോട് മൗലവി സൽസബീൽ എന്ന് പറയുന്ന മുജാഹിദിന്റെ പത്രത്തിൽ എഴുതി വെക്കുന്നു. എന്താണ് പറയുന്നത്? ഈ കേരളത്തിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിൽ പോയ ചന്ദ്രികാ ദിനപത്രത്തിന്റെ ഒരു ലേഖകൻ, ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം റസൂലുള്ളാഹിയുടെ ഖബർ സിയാറത്തിന് വേണ്ടി മദീനയിലെത്തിയപ്പോ അവിടെ അമേരിക്കയിൽ നിന്ന് ഹജ്ജിന് വന്ന ഒരു മുസ്ലിമും ഒരു ഹാജിയുമായി പരിചയപ്പെട്ട് അമേരിക്കൻ ഹാജി എന്ന നിലക്ക് അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തി. പ്രസ്തുത അഭിമുഖം ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നു. ചന്ദ്രികയിൽ അച്ചടിച്ചു വന്ന ആ ലേഖനത്തെ അതികഠിനമായി വിമർശിച്ചുകൊണ്ട് വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നത് 22/1/84 ചന്ദ്രികാ പത്രത്തിൽ പ്രശാന്തമായ മദീന നഗരം എന്ന തലവാചകത്തിലുള്ള കുറിപ്പിൽ വന്ന ഒരു വാചകം എന്നെ വളരെ വിഷമിപ്പിച്ചു. സമുദായത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ശിർക്കിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഒരു വാചകമാണത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ചന്ദ്രികയിൽ വന്ന പ്രസ്തുത വാചകം ബഹളമയമായ പാശ്ചാത്യ ലോകത്തിൽ നിന്ന് 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ്
ഇവിടെ ദർശിക്കാൻ സാധിച്ചത് വിട പറയാനിരിക്കുന്ന ഒരു അമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത്. അമേരിക്കയിൽ നിന്ന് ശാന്തി നഷ്ടപ്പെട്ട് മദീനയിലെത്തി അള്ളാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്തപ്പോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു കിട്ടി എന്ന് അമേരിക്കൻ ഹാജി പറഞ്ഞത് ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ഉമർ മൗലവി പറയുന്നു, മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്, ബിംബാരാധനയെക്കാളും കടുത്ത ശിർക്ക്. പുളിക്കലിൽ നിന്ന് ഒരു മുസ്ലിം സഹോദരൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പൂജ നടത്താൻ വേണ്ടി പോകുന്നു. ഒരു മുസ്ലിം. മറ്റൊരു മുസ്ലിം സഹോദരൻ മദീന ഷരീഫിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യാനും പോകുന്നു. എന്നാൽ അമ്പലത്തിലേക്ക് പൂജ നടത്താൻ പോയ മുസ്ലിമിനെയും മദീനയിൽ റസൂലുള്ളയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ മുസ്ലിമിനെയും രണ്ടുപേരെയും തട്ടിച്ചു നോക്കിയാൽ കുറച്ചും കൂടി കുറ്റം കുറവ് അമ്പലത്തിൽ പോയ മുസ്ലിമിനാണ്. അമ്പലത്തിൽ പോയ മുസ്ലിമിനേക്കാൾ കുറ്റം കിട്ടും മദീനയിലെ റസൂലുള്ളാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ മുസ്ലിമിനെ എന്നാണ് വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് മദീനയിൽ പോയാൽ അമ്പലത്തിൽ പോകുന്നതിനേക്കാളും കടുത്ത തെറ്റാണ് അവൻ ചെയ്യുന്നത്. എന്നാ ഖുർആൻ പറഞ്ഞതോ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അനുഗ്രഹം ചെയ്യും, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ റഹ്മത്ത് ചെയ്യും. മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുന്ന പ്രവാചകനാണ് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഖുർആൻ പറയുന്നു. അള്ളാന്റെ റസൂലിന്റെ അനുഗ്രഹം ആരെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ ബിംബത്തെ പൂജിക്കുന്നതിനേക്കാളും കടുത്ത ശിർക്കാണ് ചെയ്യുന്നതെന്ന് വെളിയങ്കോട് ഉമർ മൗലവിയും പറയുന്നു. അള്ള പറയുന്നു റസൂല് അനുഗ്രഹം ചെയ്യുമെന്ന്. മുജാഹിദ് പറയുന്നു റസൂലുള്ളാന്റെ അനുഗ്രഹം ആരെങ്കിലും ആഗ്രഹിച്ചു പോയാൽ അവൻ അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിനേക്കാളും വലിയ തെറ്റാ ചെയ്യുന്നത്. ഇതാണ് മുജാഹിദുകളുടെ വാദം. ഇനിയും മുജാഹിദുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. മുസ്ലിയാര് ഇപ്പോൾ മുസ്ലിയാർ എന്ത് പറയുന്നു? മര്യാദക്ക് അസ്സലാമു അലൈക്കും എന്ന് എന്നോട് പറയാൻ മുസ്ലിയാർക്ക് ഒരുക്കമുണ്ടോ? മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളി. മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫറാകുന്നു. ഖുർആന്റെ അർത്ഥം പാടില്ലെന്ന്, ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവർ കാഫറാകുന്നു. അങ്ങനെയുള്ളവരോട് അസ്ലിം തസ്ലിം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവനും കാഫറാകുന്നു. കാഫറാക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു ചീർണി മുജാഹിദിന് വേറല്ല. കാഫറാക്കന്നെ അനഞ്ഞ കാഫറാക്ക, 1000 വട്ടം കാഫർ, 2000 വട്ടം കാഫർ, ഇങ്ങനെ കൊട്ടക്കണക്കിന് കാഫറാക്കണ പരിപാടിയാണ് കാര്യമായിട്ട് മുജാഹിദുകളുടെ ഏർപ്പാട്. ഇനി നിങ്ങൾ നോക്ക്, ഇത് വേറെ ഒന്ന്. ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെടുക്കപ്പെട്ട് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടരെ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അതഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമർ മൗലവിന്റെ ഓഫീസിൽ ഇറങ്ങിയ പുതിയ ആയത്ത്, കാന്തപുരത്തിന് വഴിപ്പെട്ടാൽ, EK അബൂബക്കർ മുസ്ലിയാർക്ക് വഴിപ്പെട്ടാൽ, KV മുഹമ്മദ് മുസ്ലിയാർക്ക് വഴിപ്പെട്ടാൽ അങ്ങനെ വഴിപ്പെടുന്നവരൊക്കെ മുശ്രിക്കുകളാകുന്നു, അവർ കാഫിറുകളാകുന്നു എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വെളിയങ്കോട് ഉമർ മൗലവി തന്റെ സൽസബിയിൽ പുസ്തകം 2 ലക്കം 13 രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് വായിക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ എന്തിനാ വായിച്ചത്? ഇതെന്തിനാ വായിച്ചത്? ചില ആളുകൾക്കൊരു സംശയമുണ്ട്. എന്ത്? ചില ആളുകൾക്ക് ഒരു സംശയം. ഈ സലാം നേരത്തെ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ സലാം പറയാൻ പാടില്ല എന്ന് പറയുന്നത് കുറച്ച് ഗുരുതരമല്ലേ? അത് മുസ്ലിം ഐക്യത്തിന് തകരാറല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചില സഹോദരന്മാരുണ്ട്. അവരോട് ഞങ്ങൾ വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ബിദഅകൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിയാണ് സലാം പറയാതിരിക്കുക എന്നത്. അത് അനുസരിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരാണ്. ഇനി മുജാഹിദിനോട് സലാം സുന്നികൾ പറയണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ നിബന്ധന മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതെന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിലേക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ മുജാഹിദുകൾ ഒരു കത്തെഴുതി.
എന്തായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്? ഞങ്ങൾ മുസ്ലിം ഐക്യവേദി എന്ന ഒരു സംഘടന രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികളെ ഈ ഐക്യവേദിയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം. ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. സമസ്തയുടെ 60ാം വാർഷിക സൊവനീറിൽ ഈ കത്തിലെ ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വായിക്കാവുന്നതാണ്. ഈ കത്ത് മുഷാവറക്ക് കിട്ടിയപ്പോ മുഷാവറ യോഗം കൂടി കത്തിന് മറുപടി കൊടുത്തു. എന്തായിരുന്നു മറുപടി? മുസ്ലിം ഐക്യവേദിയിലേക്കാണല്ലോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്. എന്നാൽ സമസ്ത നേതൃത്വം കൊടുക്കുന്ന സുന്നികളും കാഫിറുകളാണെന്നും മുശ്രിക്കുകളാണെന്നും നരകാവകാശികളാണെന്നും ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാഫിറും മുശ്രിക്കുമാണ് സുന്നികൾ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ നിങ്ങൾ ക്ഷണിക്കുന്നതാണെങ്കിലോ മുസ്ലിം ഐക്യവേദിയിലേക്കാണ്. അപ്പോ ഞങ്ങൾ കാഫിറാണെന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഐക്യവേദിയിലേക്ക് വന്നാൽ അത് മുസ്ലിം ഐക്യവേദി എന്നതിന് പകരം മുസ്ലിം കാഫിർ ഐക്യവേദിയായി പോകൂലേ? അതുകൊണ്ട് നിങ്ങൾ മുജാഹിദുകള് ഒരു തീരുമാനമെടുക്കണം. എന്ത്? സമസ്തയും സമസ്ത നേതൃത്വം കൊടുക്കുന്ന സുന്നികളും അവര് മുസ്ലിമീങ്ങൾ തന്നെയാണ്, അവര് മുസ്ലിങ്ങൾ തന്നെയാണ്. അവര് അറുത്തത് ഭക്ഷിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അവര് അറുത്തത് തിന്ന അവരെ മക്കളെ കെട്ട, അവരുമായി വിവാഹബന്ധമൊക്കെ നടത്താം. ഇങ്ങനെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ സുന്നികൾ അവര് മുസ്ലിമീങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പത്രപ്രസ്താവന നിങ്ങൾ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഞങ്ങൾ ഐക്യവേദിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് സമസ്ത മറുപടി കൊടുത്തു. ഇന്ന് ഈ നിമിഷം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിലേക്ക്, 2 സമസ്തയായിക്കോട്ടെ, 2 സമസ്തയുടെയും ഓഫീസിലേക്ക് കേരളത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന സുന്നികള് മുസ്ലിമീങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് മുജാഹിദ് കൊടുത്തിട്ടില്ല. ഇനി ഈ കൊണ്ടോട്ടിയിൽ നടക്കുന്ന, പുളിക്കൽ നടക്കുന്ന ഈ മുഖാമുഖം വേദിയിൽ വെച്ചും ഞങ്ങൾ പറയുന്നു, കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതന്മാരായ ആലിമീങ്ങൾ, അവര് നേതൃത്വം കൊടുക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സുന്നികൾ അവര് മുസ്ലിമീങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അവരെ മക്കളെ കെട്ടുന്നതിന് വിരോധമില്ല, അവരറുത്തത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. അവര് കാഫിറുകളല്ല, അവര് മുശ്രിക്കുകളല്ല, അവര് മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന് ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ മുജാഹിദ് നേതൃത്വം ഔദ്യോഗികമായി ഒരു പത്രപ്രസ്താവന നാളെ പുറത്തിറങ്ങുന്ന കേരളത്തിലെ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ, പ്രമുഖ ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചാൽ മറ്റന്നാളെ മുതൽ സലാം പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാം. അപ്പോ മുസ്ലിമീങ്ങളാണെന്നൊന്ന് സമ്മതിച്ചെന്നാ മതി, വേറൊന്നും തരണ്ട. ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്നൊന്ന് സമ്മതിച്ചെന്നാ മതി. അതില്ലാത്ത സ്ഥിതിക്ക് സലാം പറയാൻ ഒരുക്കമല്ല. മുശ്രിക്കുകള് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കൊല്ലൽ നിർബന്ധമാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സലാം പറയണം എന്ന് പറഞ്ഞാൽ അതൊരല്പം ക്രൂരതയാണ് എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. ഇസ്ലാമിന്റെ അച്ചടക്ക നടപടി ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുകയാണ് മുസ്ലിമീങ്ങൾ വേണ്ടത്. അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ധാരാളം കിതാബിൽ തെളിവുണ്ട്. ഒരു ആയത്ത് മാത്രം പഠിച്ചു വച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു സലാമാകുന്നത് അലാ മനിത്തബഅൽ ഹുദാ, ഹിദായത്തോട് നേർമാർഗത്തോട് പിൻപറ്റിയവരെ മേലാണ് സലാം, അല്ലാത്തവരുടെ മേലിൽ സലാമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഖുർആൻ ആയത്തുണ്ട്. അപ്പൊ തെളിവ് ആയത്തിൽ തന്നെയുണ്ട്. ഇനി ഹദീസിലും മറ്റു കിതാബിലും ഉണ്ട്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കി വെക്കാം. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, സലാം ഹിദായത്തിനോട് നേർമാർഗത്തോട് പിൻപറ്റിയവരുടെ മേലാണ് എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണമെന്ന് ഉപദേശിക്കുന്നു. ഇതുവരെ മുജാഹിദിനോട് സലാം ചെല്ലാൻ പറ്റില്ല, ജമാഅത്ത് ഇസ്ലാമിയോട് സലാം ചെല്ലാൻ എന്താ വിരോധം എന്നുകൂടി അറിയാൻ താല്പര്യപ്പെടുന്നു. നേരത്തെ പറഞ്ഞ കാരണങ്ങളെല്ലാം അവർക്കും ബാധകമാണ്. മുജാഹിദുകൾക്ക് പറഞ്ഞ എല്ലാ കാരണങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കും ബാധകമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിർക്കും, മൊഹിയദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൗഹീദുമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ലോകത്ത് ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കോ അതോ തൗഹീദോ എന്ന് അറിയണമെന്നുണ്ട്. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد. നേരത്തെ പറഞ്ഞ മറുപടിയുടെ ഉപചോദ്യമെന്ന രൂപത്തിലാണ് ചോദ്യം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അത് ശിർക്കാണെന്ന് പറഞ്ഞു. മുഹയ്യദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് സഹായമർപ്പിക്കുകയാണെങ്കിൽ അത് തൗഹീദാണെന്നും പറഞ്ഞു. ഇത് രണ്ടിനും പറയാത്തൊരു ഉദാഹരണമാണല്ലോ ഈസാ നബിയെ സഹായിക്കണമേ എന്ന അപേക്ഷ. ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നാണ് ചോദ്യം. മുസ്ലിമീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന വിശ്വാസത്തോടെ ഈസാ നബിയെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ യാതൊരു തകരാറുമില്ല. അത് തനിച്ച തൗഹീദ് തന്നെയാണ്. അതേ അവസരത്തിൽ ഈസാ നബി എന്നത് കേവലം ഒരു പ്രവാചകനല്ല, അത് ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്ന അർത്ഥന അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ അത് തൗഹീദല്ല, അത് തൗഹീദിന് വിരുദ്ധവുമാണ്. മുസ്ലിമീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുന്നത്, സഹായം തേടുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ് എന്ന അർത്ഥത്തിലായതുകൊണ്ട് അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ആയതുകൊണ്ട് അത് തനിച്ച തൗഹീദ് തന്നെയാകുന്നു. അതായത് ഒന്ന് ദൈവപുത്രനാന്നുള്ള വീക്ഷണമാണ്, ഒന്ന് പ്രവാചകനാന്നുള്ള വീക്ഷണമാണ്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ഉപ്പയുടെ ഉദ്ദേശം കൂടാതെ തന്നെ മകനിക്ക് സ്വന്തം കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാൻ കഴിയും എന്ന ഒരു ആശയം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രവാചകനാണെന്ന് പറയുമ്പോൾ ആ പ്രവാചകന് മുഅ്ജിസത്തുണ്ട്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടുകൂടെ നടക്കുന്ന മുഅ്ജിസത്ത് എന്ന വീക്ഷണമാണുള്ളത്. അപ്പോൾ കഅബത്തെ തവാഫ് ചെയ്യുന്നതും അമ്പലത്തെ പ്രദക്ഷിണം ചെയ്യുന്നതും തമ്മിലുള്ള വീക്ഷണ വ്യത്യാസം ക്രിസ്ത്യാനികൾ കർത്താവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴും മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരായ ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മുസ്ലിങ്ങൾ പ്രവാചകനാണ്, മുഅ്ജിസത്തുള്ള ആളാണ് എന്ന വീക്ഷണ പ്രകാരമാണ്. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല, ദൈവപുത്രനാണ്, അള്ളാഹുവിന്റെ ഇൽമു എന്ന സിഫത്ത് യേശുവിൽ അവതരിച്ചിട്ടുണ്ട്, അറിവ് എന്ന ഗുണം യേശുവിൽ അവതരിച്ചിട്ടുണ്ട് എന്ന വിശ്വാസ പ്രകാരമാണ്. അപ്പോൾ അവതാര വിശ്വാസമായി പോയി അത്. അപ്പോൾ അവരുടെ ആ പദം ശിർക്കും, മുസ്ലിങ്ങളുടെ ഈ പദം തൗഹീദുമാണ്. വീക്ഷണ വ്യത്യാസമാണ് കാരണം. ഏതുപോലെ അമ്പലത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നതും കഅബത്തിനെ തവാഫ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം വീക്ഷണ വ്യത്യാസമായതുപോലെ ഒരു വീക്ഷണം കൊണ്ട് അത് തൗഹീദാകും, മറ്റൊരു വീക്ഷണം കൊണ്ട് അത് ശിർക്കും ആകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നും അവരോട് മാത്രമേ അഭൗതികമായ സഹായം തേടുവാൻ പാടുള്ളൂ എന്നും പുത്തൻ പ്രസ്ഥാനക്കാർ വാദിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ ഇതിനെക്കുറിച്ച് പരാമർശം ഉണ്ട് എന്നും അവർ ജൽപ്പിക്കുന്നു. ഇതിന് വിശുദ്ധ ഖുർആനിലോ നബിചര്യയിലോ വല്ല അടിത്തറയോ തെളിവോ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു തെളിവ് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഇല്ല. മറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് അഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതികവും അഭൗതികവുമായ മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ സഹായവും, എല്ലാ സഹായം ചോദിക്കേണ്ടതും അള്ളാഹുവിനോട് ആണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധമായി പഠിപ്പിക്കുന്നത്. ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മുഫസ്സിറുകൾ ഇതിന് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആ ആയത്തിന്റെ വിശദീകരണം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അഭൗതികമായ വിഷയങ്ങളിൽ നിന്നോട് സഹായം ചോദിക്കുന്നു എന്നാണെന്ന് പ്രാമാണികരായ ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല.
മറിച്ച് അവർ പറഞ്ഞതൊക്കെ ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീർ പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ത്വബിരി തന്റെ തഫ്സീർ ജാമിഉൽ ബയാനിൽ രേഖപ്പെടുത്തിയത് കാണാം. എല്ലാ മുഫസ്സിറുകളും പറഞ്ഞത് വഇയ്യാക നസ്തഈൻ, നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭൗതിക വിഷയങ്ങളിൽ മാത്രമാണ് എന്നല്ല, മറിച്ച് ഫീ ജമീഇ ഉമൂരിനാ, ചില പണ്ഡിതന്മാർ ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഫിൽ ഉമൂരി കുല്ലിഹാ, മുഴുവൻ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഫീ ജമീഇ ഉമൂരിനാ, ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും, ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിന്നോടാണ് സഹായം ചോദിക്കുന്നത്. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീആ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ കഴിവും അല്ലാഹുവിനാണ്. അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ എന്നോ ഇല്ല. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീആ, മുഴുവൻ കഴിവും അല്ലാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ വിഷയങ്ങൾ അത് അല്ലാഹുവിനോട് സഹായം ചോദിക്കേണ്ടതില്ല, അത് മനുഷ്യരോട് ചോദിക്കാം. അഭൗതികമായ കഴിവുകൾ അല്ലെങ്കിൽ സഹായങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കാം എന്ന് പറയുന്ന ഈ വിഭജനം വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ഖുർആൻ അംഗീകരിക്കുന്നില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അതിന്റെ തഫ്സീറിൽ പ്രാമാണികരായ ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് അല്ലെങ്കിൽ വിദവികളുടെ ആ വാദം അത് ദുർവ്യാഖ്യാനമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും ധരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ, അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു നേരത്തെ ഇബ്നു കസീറിലുണ്ട്, വേറെ ഒരുപാട് കിതാബ് പറഞ്ഞു, അതൊന്ന് ഉദ്ധരിച്ചാൽ കൊള്ളാമായിരുന്നു. ഞാനും തന്നെ ഉപചോദ്യം വരട്ടെ എന്നിരുത്തി കാത്തിരുന്നതാ. വായിക്കാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ശൈഖ് അബ്ദുറഹ്മാൻ ഇബ്നു മഖ്ലൂഫ് തആലബി ഇമാം ഹിജറ 875 വഫാത്തായ ആ മഹാവ്യക്തിത്വം എഴുതിയ അൽ ജവാഹിറുൽ ഹിസാൻ ഫീ തഫ്സീറുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ 1ാമത്തെ വാല്യം 38ാമത്തെ പേജിൽ മഹാനവറുകൾ പറഞ്ഞു, വനസ്തഈനു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ നസ്തഈനു എന്നതിന്റെ അർത്ഥം മഅനാഹു, അതിന്റെ അർത്ഥം നത്ലുബുൽ ഔന മിൻക, പടച്ചവനെ നിന്നിൽ നിന്ന് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഫീ ജമീഇ ഉമൂരിന, ഞങ്ങളുടെ മുഴുവൻ കാര്യത്തിലും, ഫീ ജമീഇ ഉമൂരിന, ഞങ്ങളുടെ മുഴുവൻ കാര്യത്തിലും, അഭൗതികമായ കാര്യത്തിൽ എന്നല്ല പറഞ്ഞത്. ഫീ ജമീഇ ഉമൂരിന, ഞങ്ങളുടെ മുഴുവൻ കാര്യത്തിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്നിട്ട് മഹാൻ കൂട്ടിച്ചേർത്തു, വഹാദാ കുല്ലുഹു തബർരിൻ മിനൽ അസ്നാം, ഈ പറഞ്ഞതിന്റെ അർത്ഥം മറ്റു മനുഷ്യരോടൊന്നും യാതൊരു സഹായവും ചോദിക്കുന്നില്ല എന്നല്ല. പിന്നെയോ വഹാദാ കുല്ലുഹു തബർരിൻ മിനൽ അസ്നാം, മറ്റ് വിഗ്രഹങ്ങൾ, അതായത് അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ, ആ ദൈവങ്ങളോട് ഞങ്ങൾ യാതൊരു സഹായവും ചോദിക്കുന്നില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു മഖ്ലൂഫ് തആലബി തന്റെ അൽ ജവാഹിറുൽ ഹിസാൻ ഫീ തഫ്സീറുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ 1ാമത്തെ വാല്യം 38ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു വ്യാഖ്യാനവും കൂടി. ഇയ്യാക നസ്തഈൻ എന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു അബി ഹാത്തിം ഹിജറ 327 വഫാത്തായ മഹാ ഖുർആൻ വ്യാഖ്യാതാവാണ്, വലിയ ഹദീസ് പണ്ഡിതനുമാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു അബി ഹാത്തിമിന്റെ തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ കാണാം. അതിന്റെ 1ാമത്തെ വാല്യം 20ാമത്തെ പേജിൽ മഹാനവറുകൾ പറഞ്ഞു, ഇയ്യാക നസ്തഈൻ
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അലാ ത്വാഅതിക, നിനക്ക് ത്വാഅത്ത് ചെയ്യാനുള്ള സഹായം ഞങ്ങൾ ചോദിക്കുന്നു, വഅലാ ഉമൂരിനാ കുല്ലിഹാ, ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളുടെ മേലിലും, അഭൗതികമായ കാര്യങ്ങളുടെ മേലിൽ എന്നല്ല പറയുന്നത്, വഅലാ ഉമൂരിനാ കുല്ലിഹാ, ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളുടെ മേലിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനമെന്ന് ഹിജറ 327 വഫാത്തായ ഏകദേശം 1200ഓളം വർഷം മുമ്പ് മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്നു അബി ഹാത്തം തന്റെ തഫ്സീർ ഇബ്നു ഹാത്തമിന്റെ 1-ാമത്തെ വാല്യം 20-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്രകാരം തന്നെ ഇതേ ആശയം ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീറിന്റെ 1-ാമത്തെ വാല്യത്തിൽ ഈ ആയത്ത് വിശദീകരിച്ചിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീറിന്റെ ഇബാറത്ത് ഇങ്ങനെയാണ്, ഖാല ഇബ്നു അബ്ബാസിൻ വഇയ്യാക നസ്തഈനു അലാ തഅതിക വഅലാ ഉമൂരിനാ കുല്ലിഹാ. ഇബ്നു കസീർ 1:26. അർത്ഥം ഇബ്നു കസീറിൽ അങ്ങനെ പറഞ്ഞത് വായിക്കാനാ പറഞ്ഞത്. അപ്പോ നസ്തഈനു അലാ തഅതിക, ഞങ്ങൾ സഹായത്തെ തേടുന്നു നിനക്ക് വഴിപ്പെടുന്നതിന്റെ മേലിൽ, വഅലാ ഉമൂരിനാ കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിന്റെ മേലിലും സഹായത്തെ തേടുന്നു എന്നാണ് വഇയ്യാക നസ്തഈനിന്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ നബിയുടെ പ്രധാന ശിഷ്യൻ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ പ്രത്യേകം പടച്ചവനെ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആഇന് കൊടുത്ത ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. പേജ് 1:26, 1-ാം വാല്യം 26-ാം പേജ്. അപ്പോൾ നമ്മുടെ മുഴുവൻ കാര്യം അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ മതി എന്ന് ബഹുമാനായ ഉസ്താദ് തന്നെ പറഞ്ഞു. പിന്നെ എന്തിനാണ് നാം മറ്റുള്ള പുണ്യാത്മാക്കളോട്, മുഹ്യിദ്ദീൻ ശൈഖിനോടും അതുപോലെ തന്നെ ബദരീങ്ങളോടും എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഇബ്നു കസീറും അത് തന്നെയാണ് പറഞ്ഞത് എന്ന് ഉസ്താദ് വായിച്ചു. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രമേ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത്, സർവ്വ കാര്യങ്ങളും ഭൗതികവും അഭൗതികവും മുഴുവനും തന്നെ നമ്മൾ അല്ലാഹുവിനോടല്ലല്ലോ ചോദിക്കുന്നത്. പിന്നെയോ ഭൗതികമായതും അഭൗതികമായ കാര്യങ്ങളുമൊക്കെ മറ്റുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നത് പോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് ഷാപ്പിൽ പോയി നാം അരി ചോദിക്കുന്നു, അതുപോലെ മറ്റുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടറോട് പോയി നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെയും തന്നെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറയുന്നവര് ഇത് മുഴുവനും തന്നെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുകയുള്ളൂ. നാളെ മുതൽ ഷാപ്പിൽ പോയി അരി ചോദിക്കുന്നതിന് പകരം അള്ളാഹുവെ എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് 1 കിലോ അരി തരണം എന്ന് പറയണം. അതുപോലെ അസുഖം വന്നാൽ അത് ഡോക്ടറെ അടുക്കൽ പോയി ചോദിക്കുന്നതിന് പകരം അള്ളാഹുവെ എന്റെ രോഗം നീ മാറ്റണം എന്ന് ഇങ്ങനെ വാദിക്കുന്നവർ വാദിക്കേണ്ടി വരും. അപ്പോൾ ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നാവുന്നത് പോലെ അള്ളാഹുവിന്റെ അമ്പിയ ഔലിയാക്കന്മാർ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളൊക്കെയും അവരോടും ചോദിക്കാമെന്നാണ്. അല്ലാതെ ഭൗതികവും അഭൗതികവും ഒക്കെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞു ഭൗതികവും അഭൗതികമായ കാര്യങ്ങൾ എല്ലാവരോടും ചോദിക്കാറുണ്ട്. നേരത്തെ ഇബ്നു കസീറിൽ അദ്ദേഹം ഉദ്ധരിച്ചു അള്ളാഹുവിനോട് ഭൗതികവും അഭൗതികമായ കാര്യങ്ങൾ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടതെന്ന്. പിന്നെ ഇപ്പൊ എല്ലാവരോടും ചോദിക്കാറുണ്ട്. ഇതൊരു ആശയ വൈരുദ്ധ്യമല്ലേ? അല്ല, ആശയവൈരുദ്ധ്യമല്ല. നേരത്തെ പറഞ്ഞത് ഇബ്നു കസീറിന്റെ ഉൾപ്പെടെയുള്ള തഫ്സീറുകൾ ഇവിടെ നിന്ന് വായിച്ചത് ഏതർത്ഥത്തിലാണെന്ന പ്രാഥമിക ചിന്ത പോലും ചോദ്യകർത്താവിന് ഉണ്ടായില്ല. ഇതാണ് വാസ്തവത്തിൽ വൈരുദ്ധ്യം. എല്ലാ കാര്യങ്ങളും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോടെല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമായി ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള എല്ലാ മുഫസ്സിരീങ്ങളും കൊടുക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭൗതികമായ കാര്യമാണെങ്കിലും അഭൗതികമായ കാര്യമാണെങ്കിലും
സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ സഹായം അള്ളാഹുവേ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രോഗം വന്നാൽ ഡോക്ടറെ സമീപിച്ച് ഡോക്ടറെ രോഗം മാറ്റിത്തരണം എന്ന് പറയും. പക്ഷേ അത് അള്ളാഹുവേ നീ നിശ്ചയിച്ച ഒരു കാരണം എന്ന നിലയിൽ മാത്രമാണ്. അടിസ്ഥാനപരമായി ഞങ്ങൾ രോഗം മാറ്റുന്നവൻ എന്ന് വിശ്വസിക്കുന്നത് നിന്നെക്കുറിച്ച് മാത്രമാണ്. പിന്നെ ഡോക്ടർ നീ നിശ്ചയിച്ച ഒരു കാരണം മാത്രമാണ്. എനിക്ക് ഭക്ഷണം നൽകണമേ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ അടിസ്ഥാനപരമായ സഹായം, ഭക്ഷണം, അത് നിന്നിൽ നിന്ന് മാത്രമാണ്. അതേസമയം അതിന് കാരണമായി നീ നിശ്ചയിച്ച റേഷൻ കടയിലെ അരി വിതരണക്കാരനോട് ഞാൻ ചെന്നിട്ട് സഹായം ചോദിക്കും. അതിന്റെ അർത്ഥം എന്താണ്? സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ലാതായാണ് റേഷൻ കടക്കാരനോട് ചോദിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ സഹായമാണ്. ഇതാണ് ഇബ്നു കസീറും അതുപോലെയുള്ള പണ്ഡിതന്മാരും പറഞ്ഞത്. എല്ലാവരോടും ചോദിക്കുന്ന സഹായം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന സഹായം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് ഇബ്നു കസീർ പറഞ്ഞതിന്റെ അർത്ഥം സ്വയം കഴിവിൽ അധിഷ്ഠിതമായ നിലയിൽ, സ്വമതയ്യത്തിൽ അധിഷ്ഠിതമായ നിലയിൽ, സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ നിലയിൽ എല്ലാ ചെറുതും വലുതും ഭൗതികവും അഭൗതികവുമായ മുഴുവൻ സഹായങ്ങളും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. എന്നാൽ അതേ സഹായം തന്നെ ഞങ്ങൾ സൃഷ്ടികളോട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അതെന്തുകൊണ്ടാണ്? നീ കഴിവ് കൊടുത്ത മഹാരഥന്മാരോട് ചോദിക്കാമെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സഹായങ്ങളും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞതിലുള്ള സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ സഹായമാണ്. ഔലിയാക്കൾ, അമ്പിയാക്കൾ തുടങ്ങിയവരോടുള്ള അവരോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നതിലെ സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ലാത്ത സഹായമാണ്. അവരോട് സഹായം ചോദിക്കാം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടും ഉണ്ട്. ഉസ്താദ് വലിയൊരു കാര്യമായി പറഞ്ഞു. റേഷൻ കടയിൽ പോയാണ്ട് പഠിച്ചവനല്ലേ, അതെല്ലാവർക്കും അറിയാം. റേഷൻ കടയിൽ പോയാണ്ട് റേഷൻ കടയിലാണ് നമുക്ക് സാധനം വേണ്ടി. എന്നാൽ നമുക്ക് അസുഖം വന്നാൽ ഡോക്ടറോട് ചികിത്സിക്കണം. എന്ത് ചികിത്സിക്കും? പ്രവാചകൻ പറഞ്ഞാൽ നിങ്ങളെ എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട്, എല്ലാ രോഗത്തിനും വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ പഠിച്ചോണ്ട് പ്രാർത്ഥിക്കും വേണം, വേണ്ടേ? അതുകൊണ്ടാണ് അഭൗതികമായ സഹായം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളത്. ഇവിടെ റേഷൻ കട എന്നുള്ള അഭൗതിക നമ്മൾ ചെല്ലല്ലേ. എന്നാൽ നിങ്ങൾ കൊണ്ടോട്ടിയുള്ള ഒരാളെ ഇവിടെ ഉറക്കം വിളിച്ചാൽ കേൾക്കുന്നു നിങ്ങൾ തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ സമതിയത്തിനെ കുറിച്ച് പറഞ്ഞു. സമതിയത്ത് നിങ്ങൾ അള്ളാഹുവിനല്ലാത്ത ഏത് ഔലിയാക്ക വിളിച്ചാൽ സമതിയത്ത് പറഞ്ഞാൽ കെട്ടി പൊലിയോ? പിന്നെ അവിടെ സമതിയത്തുണ്ടാണ്. അതെ, നിങ്ങൾക്ക് സമതിയത്തും തിരിഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. സാധാരണ നമ്മൾ പറയാനുള്ളത് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കത നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം ധരിച്ചു വശായിട്ടുണ്ട്. അതായത് അഭൗതികമായ കഴിവ് അത് പിന്നെ ഏതായാലും അള്ളാഹു അല്ലാത്തവർക്ക്, അല്ലെങ്കിൽ അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവരോട് പാടില്ല, അത് പിന്നെ ഉറപ്പന്നെ എന്ന് നിങ്ങൾ സ്വന്തം ഇരുന്ന് ഉറപ്പാക്കിയത് കൊണ്ട് ഉറപ്പാവില്ലല്ലോ. ഖുർആാനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആയത്ത് ഖുർആാനിലില്ല, ഒരു തഫ്സീറിലുമില്ല എന്ന് നമ്മൾ വിശദീകരിച്ചു. പിന്നെ അഭൗതിക സഹായം മാത്രം അള്ളാഹുവിനോട് ചോദിക്കുക, അല്ലാത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ പോവല്ലേ. ഭൗതിക സഹായം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. എന്നാ അതുപോലെ തന്നെ അഭൗതിക സഹായവും എല്ലാവർക്കും അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളോട് ചോദിക്കാൻ പറ്റുമെന്നതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എല്ലാവർക്കും സംശയമില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ തർക്കിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് തീർന്ന് ഇങ്ങനെ ഉറപ്പിക്കാം, നിങ്ങൾ അവിടെ ഇത് അത് ഉറപ്പിച്ചത് കൊണ്ട് കാര്യമായില്ല. വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഇങ്ങനെ ഒരു വാദം, ഏത് അഭൗതികമായ കഴിവ് സഹായങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറയുന്ന ഒരൊറ്റ തഫ്സീർ ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞവരൊക്കെ മുഴുവൻ സഹായവും, ഭൗതികവും അഭൗതികവുമായ മുഴുവൻ സഹായവും അള്ളാഹുവെ നിന്നോട് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഭൗതികമായ സഹായങ്ങൾ റേഷൻ കടയിൽ പോവാനും ശരി, ഡോക്ടറെടുത്ത് പോവാനും ശരി, ഏതാണെങ്കിലും അത് അള്ളാഹു അല്ലാത്ത ആളുകളോട് നമ്മൾ ചോദിക്കുന്നു. അത് ഈ ആയത്തിന് വിരുദ്ധമല്ലെന്ന് നിങ്ങൾ പറഞ്ഞു.
എങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇതേ വീക്ഷണത്തിൽ അള്ളാഹു ഇതിന് നൽകിയ ഒരു സബബാണ്, ഒരു കാരണമാണ് എന്ന അടിസ്ഥാനത്തിലാണല്ലോ ഡോക്ടറുടെ അടുക്കിലേക്ക് നമ്മൾ പോകുന്നത്. അതല്ലാതെ ഡോക്ടർ അള്ളാഹുവിനെ പോലെ സ്വയം പര്യാപ്തരായി സ്വമതീയത്തുള്ള എല്ലാം സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ എല്ലാ മുസ്ലിമീങ്ങൾ ഡോക്ടറുടെ അരികിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പോക്ക് തകരാറില്ല, തെറ്റില്ല. ഞങ്ങളും പറയുന്നു. അതേ അവസരത്തിൽ അതേ രൂപത്തിൽ തന്നെ അതേ ചിന്ത, ഏത് ഡോക്ടർ സ്വയം പര്യാപ്തനല്ല, സ്വന്തമായി ചെയ്യാൻ കഴിയുന്നവനല്ല എന്ന് ഡോക്ടറെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഔലിയാക്കളെ കുറിച്ചും ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. അതാണ് നമുക്കറിയാത്തത്. ഔലിയാക്കന്മാർ, മുഹയ്യദ്ദീൻ ശൈഖ്, ബദരീങ്ങൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരോട് സഹായം ചോദിക്കുമ്പോഴും ഇതിന് അള്ളാഹു വെച്ചൊരു കാരണമാണ്. സ്വയമായി കഴിവിവർക്കില്ല, അള്ളാഹു നൽകുന്ന മുഴുജിതത്ത് കറാമത്ത് കൊണ്ടാണ് സഹായിക്കുന്നത് എന്ന വിശ്വാസം വെച്ചുകൊണ്ട് ഇവരോട് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കുന്ന അതേ അവസ്ഥ തന്നെ വരികയുള്ളൂ. അവിടെയാകുമ്പോ ശിർക്കാവും. അത് പിന്നെ അമ്പിയാക്കന്മാരാകുമ്പോഴേക്ക് ഏതായാലും ശിർക്കാവും എന്ന് നിങ്ങൾ സ്വയമായി ധരിച്ചാൽ അത് ഇസ്ലാമിൽ പ്രമാണമല്ല. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കൽ, അതായത് അവർ ഇലാഹാണെന്നോ അവർക്ക് സ്വയമായ കഴിവില്ലെന്നുണ്ടെന്നോ വിശ്വാസമില്ലാതെ അള്ളാഹുവിന്റെ മുഴുജിതത്ത് കറാമത്ത് കൊണ്ട്, അള്ളാഹു അവർക്ക് നൽകുന്ന മുഴുജിതത്ത് കറാമത്ത് കൊണ്ട് അവർ സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല, അതിന് യാതൊരു തെറ്റുമില്ല. അത് തെറ്റാണ്, ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയം അങ്ങ് പറഞ്ഞത് കൊണ്ടായില്ല, നിങ്ങളുടെ ആ ധാരണ തെറ്റാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റും, അഭൗതികമായ സഹായവും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റും. ഭൗതികമായ സഹായം ചോദിക്കുമ്പോൾ ഇത് അള്ളാഹു ഒരു സ്വയമായ കഴിവുള്ളയാളാണ് എന്ന് കരുതിയിട്ടല്ല ഡോക്ടറോട്, റേഷൻ കടയിലുള്ള ആളുകളോട്, നമ്മുടെ സുഹൃത്തിനോട്, ഭാര്യയോട്, മാതാപിതാക്കളോട് നമ്മൾ സഹായം ചോദിക്കുന്നത്. അതുപോലെ തന്നെ മുഹയ്യദ്ദീൻ ശൈഖ് ആണെങ്കിലും മരിച്ചവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മഹാത്മാക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരോട് സഹായം ചോദിക്കുമ്പോഴും ഇതേ വീക്ഷണഗതി അവിടെയും വെച്ചുകൊടുത്താൽ ഒരിക്കലും ശിർക്ക് വരില്ല. ഈ അഭൗതികം എന്ന് പറഞ്ഞാൽ വിചാരിച്ച വലിയ കാരണം എന്തെങ്കിലും അതീതമായ കാര്യം അഭൗതികം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ മാറ്റി പറയേണ്ടത്. കാരണം നിങ്ങൾ പറഞ്ഞ് രാജസാപ്പിന്റെ അടുത്ത് പോണ ആരാണ് സ്റ്റേഷൻ സാപ്പിനോട് എന്ന് അരി കഴിക്കുന്ന ചുരുക്കാണ്, പിന്നെ ചുരുക്കല്ലെന്നു. എന്നാലും ഇവിടെ മരിച്ചുപോയ അമ്പിയാക്കളോട് വിളിച്ചു പറഞ്ഞു ചുരുക്കല്ലെന്നു. അത് രണ്ടും ഒന്നല്ല, ഏതൊക്കെ അറിയാം. എന്നാൽ രാജസാപ്പിനോട് ഇവിടെ വിളിച്ചിട്ട് രാജസാപ്പാർക്ക് അരി കഴിഞ്ഞാൽ അത് ചുരുക്കാവും. അതോടെ എന്നാ അമ്പിയാക്കൾ വേണ്ട, അമ്പിയാക്കൾ നേരെ വെച്ച് ചുരുക്കാവില്ല. അല്ല മരിച്ചുപോയ ആളുകൊണ്ട് അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെറ്റാവുന്ന പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞ പിന്നെ സ്വമതീയത്തിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയില്ലാറില്ലേ? അത് നിങ്ങൾ എന്താ പറഞ്ഞത്? പിന്നെ ഔലിയാക്കളും അമ്പിയാക്കളൊന്നും അമ്പിയാക്കളെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കാൻ സ്വമതീയത്ത് എന്നാ കെട്ടി പൊളിഞ്ഞു പോകുന്ന ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്നാ സ്വമതീയത്താണ് നിങ്ങളൊന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. റേഷൻ കടക്കാരനോട് ഇവിടുന്ന് എനിക്ക് കുറച്ച് അരി കൊണ്ടാന്ന് പറഞ്ഞാല് അത് ശിർക്കാവും അത്രേ. ഇത് ഏത് കിതാബിലാ പറഞ്ഞത്? ഇത് ഏത് കിതാബിലാ പറഞ്ഞത്? ഞാൻ ഇവിടെ ഒരു മരത്തൂണുണ്ട്. ഈ മരത്തൂണിനോട് ഞാൻ ചോദിക്കുകയാണ് ഇന്റെ രോഗം ഒന്ന് മാറ്റി തരണമെന്ന്. എന്നാൽ അത് ശിർക്കാണെന്നോ? ചോദിച്ച എന്റെ ചോദ്യം ഒരുപക്ഷെ നിറവേറി കിട്ടുകയില്ല. അല്ലെങ്കിൽ ചോദിക്കുന്ന എന്നെ സംബന്ധിച്ചൊരു മണ്ടൻ എന്ന് നിങ്ങൾക്ക് പറയാം. അതേസമയം ശിർക്ക് എങ്ങനെ വന്നു? ശിർക്ക് എന്ന് പറയുന്നത് ദൂരവും പരിധിയും നോക്കിക്കൊണ്ടാണോ ശിർക്ക് തീരുമാനിക്കപ്പെടുന്നത്? റേഷൻ കടക്കാരനോട് ഇവിടെ നിന്ന് ചോദിച്ചാൽ ശിർക്ക്, കുറച്ച് അപ്പുറത്ത് അയാളുടെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ തൗഹീദ്. ഇത് ഏത് കിതാബിൽ എവിടെയാണ് സഹോദരന്മാരെ പറഞ്ഞിട്ടുള്ളത്? ആ ചോദ്യകർത്താവ് വിനയപുരസരം. നിങ്ങൾ ഈറ്റാവൊന്നും വേണ്ട. വളരെ ശാന്തമായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഡോക്ടറോടാണെങ്കിലും അതുപോലെ റേഷൻ ഷോപ്പിലുള്ള അരി വിതരണക്കാരനോടാണെങ്കിലും അദ്ദേഹത്തോടുള്ള ചോദ്യം ഭൗതികവും അഭൗതികവുമാകുന്നത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും വിധേയവുമാകുന്നത് ദൂരെയാവുക അടുത്താവുക എന്നത് നോക്കിയല്ല. മറിച്ച് ഞാൻ റേഷൻ കടക്കാരന്റെ മുമ്പിൽ ചെല്ലുന്നു, അയാളോട് പറയുന്നു എനിക്ക് അരി നൽകണമെന്ന്. അരി നൽകണമെന്ന് ഞാൻ അയാളുടെ അടുത്തു നിന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലുള്ള വിശ്വാസം ഇയാള് എനിക്ക് അരി തരാൻ സ്വന്തമായി കഴിവുള്ള ആളാണ്, സ്വന്തമായി സ്വയം പര്യാപ്തനാണ്, സ്വന്തമായി കഴിവുള്ള ആളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണോ ഞാൻ ഈ അരി വിതരണക്കാരനോട് അരി ചോദിക്കുന്നത്, ഡോക്ടറോട് രോഗം മാറ്റിത്തരാൻ പറയുന്നത്? എങ്കിൽ ആ പറയുന്നത് ഡോക്ടറുടെ അടുക്കൽ ചെന്ന് പറഞ്ഞാലും ദൂരത്തുനിന്ന് പറഞ്ഞാലും അരി വിതരണക്കാരന്റെ അരികിൽ ചെന്ന് പറഞ്ഞാലും ദൂരത്തുനിന്ന് പറഞ്ഞാലും അത് ശിർക്കാണ്. കാരണം
അരി വിതരണക്കാരനിൽ, ഡോക്ടറിൽ ഞാൻ സ്വയം കഴിവ്, സ്വയം പര്യാപ്തത ആരോപിച്ചു എന്നതാണ് ശിർക്ക് വരാനുള്ള കാരണം. ഇതാണ് മറഞ്ഞ വഴിയുടെയും തെളിഞ്ഞ വഴിയുടെയും മാനദണ്ഡം, ഭൗതികത്തിന്റെയും അഭൗതികത്തിന്റെയും മാനദണ്ഡം. മനുഷ്യ കഴിവിൽ പെട്ടതായിരിക്കുക, അതീതമായിരിക്കുക, കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായിരിക്കുക, അതീതമായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ മാനദണ്ഡം ദൂരെയാവുക, അടുത്താവുക എന്നല്ല, മറിച്ച് സഹായം ചോദിക്കപ്പെടുന്ന വ്യക്തിയിൽ സ്വമതിയത്ത്, സ്വയം പര്യാപ്തത ആരോപിച്ചുകൊണ്ടാണോ ചോദിക്കുന്നതെങ്കിൽ അരി ചോദിച്ചത് ശിർക്കാകും, ഡോക്ടറെ സമീപിച്ചത് ശിർക്കാകും. ഇനി ഞാൻ അരി വിതരണക്കാരനോട് അരി ചോദിക്കുന്നു, ഡോക്ടറോട് രോഗം മാറ്റിത്തരാൻ വേണ്ടി പറയുന്നു. രണ്ടുപേരിലുമുള്ള എന്റെ വിശ്വാസം എന്താണ്? ഇതൊരു മനുഷ്യനാണ്, ഇത് ഡോക്ടർ ഒരു മനുഷ്യനാണ്. രോഗം മാറ്റാൻ ഇദ്ദേഹത്തിന്റെ ചികിത്സ അല്ലാഹു തആല കാരണമായി വെച്ചിട്ടുണ്ട്. അരി വിതരണക്കാരന്റെ നിന്ന് അരി വിതരണം ചെയ്യാനുള്ള ഒരു കാരണമായി അദ്ദേഹത്തെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഒരു മനുഷ്യൻ മാത്രമാണ്, ഇദ്ദേഹത്തിന് സ്വയം പര്യാപ്തതയില്ല, സ്വയം കഴിവില്ല, സ്വമതല്ല ഇദ്ദേഹം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഡോക്ടറെ സമീപിക്കുന്നു, അല്ലെങ്കിൽ അരി വിതരണക്കാരനെ സമീപിക്കുന്നു. എന്നാൽ അത് ശിർക്കല്ല, അത് ശിർക്കല്ല. അപ്പോ ഒരു കാര്യം. ഇനി രണ്ടാമത്തേത്, ഈ സമതിയത്ത്, സ്വയം പര്യാപ്തത എന്നത് ഔലിയാക്കന്മാരോട് ചോദിക്കുന്നതോടുകൂടി സമതിയത്ത് എന്ന ഭിത്തി പൊളിഞ്ഞു പോകുമെന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. വിളിക്കുന്നത് കൊണ്ട് മാത്രം സമതിയത്ത് എന്ന ഭിത്തി പൊളിഞ്ഞു പോകൂല. മരിച്ചുപോയ മുഹിയുദ്ദീൻ ശൈഖിനോട് സഹായം ചോദിച്ചു, എന്നാൽ മരിച്ചുപോയ മുഹിയുദ്ദീൻ ശൈഖിനോട് സഹായം ചോദിച്ചു എന്നതുകൊണ്ട് സമതിയത്ത് എന്ന ഭിത്തി പൊളിഞ്ഞു പോവുകയില്ല. മറിച്ച് അത് പൊളിഞ്ഞു പോകണമെങ്കിൽ ഈ മരിച്ചു കിടക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള് സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിക്കണം. എന്നെ സഹായിക്കുന്നതിൽ ഇദ്ദേഹത്തിന് സ്വന്തമായി കഴിവുണ്ട്. ഏതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചതുപോലെ അവര് അവരുടെ ദൈവങ്ങളെ സംബന്ധിച്ച്, ആരാധ്യ വസ്തുക്കളെ സംബന്ധിച്ച് അവര് വിശ്വസിച്ചിരുന്നത് അന്നഹ തദുറു വതൻഫഉ വതശ്ഫഉ ബിഗൈരി ഇദ്നില്ല, അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ തന്നെ സ്വന്തമായി തന്നെ ഉപകാരം ചെയ്യാൻ, ഉപദ്രവം ചെയ്യാൻ, ശഫാഅത്ത് ചെയ്യാൻ ഈ ബിംബങ്ങൾക്കും ദൈവങ്ങൾക്കും സാധിക്കുമെന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. എന്നതുപോലെ മുഹിയുദ്ദീൻ ശൈഖ് സ്വന്തമായി കഴിവുള്ള ആളാണ്, സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ സ്വമതിയ്യത്ത് പൊളിഞ്ഞു പോവുകയുള്ളൂ. പറഞ്ഞതിന്റെ ചുരുക്കം, ഭൗതികതയും അഭൗതികതയും തീരുമാനിക്കുന്നത് ദൂരെ സമീപം, ദൂരെ സമീപം എന്ന് നോക്കിക്കൊണ്ടല്ല, മറിച്ച് ചോദിക്കപ്പെടുന്ന വ്യക്തിയിൽ, സഹായം ചോദിക്കപ്പെടുന്ന വ്യക്തി സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിച്ചാൽ, സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിച്ചാൽ ആ തേട്ടം ശിർക്കാണ്. സ്വയം പര്യാപ്തനല്ല എന്ന് വിശ്വസിച്ചാൽ ആ തേട്ടം ശിർക്കല്ല. പിന്നെ നിങ്ങൾ എന്നോട് കിതാബ് കൊണ്ട് ഞാൻ പറയും, റേഷൻ ഷാപ്പുകാരോട് ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുരുക്കാവും, മറ്റൊരു സൗഹീദാവില്ല. പിന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിച്ചാൽ തൗഹീദാവുന്നു. എന്നാ നിങ്ങളൊന്ന് ഒരു കിതാബ് കൊണ്ട് വരി, ഇവിടെ നിന്ന് വിളിച്ചാൽ തൗഹീദും, ആടുന്ന് പിന്നെ ഇവിടെ അങ്ങോട്ട് വിളിച്ചാൽ ചുരുക്കും, ആടുന്ന് തൗഹീദും. നിങ്ങളൊരു കിതാബ് കൊണ്ട് വരി. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇവിടെ വിളിക്കുമ്പോൾ, ഇവിടെ റേഷൻ ഷാപ്പുകാരോട് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മൊയ്യീൻ ശൈഖിനോട് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേത് പുണ്യാത്മാക്കളോട് വിളിക്കും, അവര് അതിന് ഉത്തരം നൽകും എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആരുണ്ടാകും വെറുതെ വിളിച്ചാണെങ്കിലും അതിന് നിങ്ങൾക്ക് ഉത്തരം പ്രതീക്ഷിച്ചാണ് വിളിക്കണേ. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുക. അപ്പൊ അവിടെ പോയി ചോദിക്കണം, അതാണ് ഭൗതികം എന്നാണ്, അത് അടുത്തല്ല. ഇവിടുന്ന് വിളിക്കുമ്പോൾ നമുക്കെന്തായി, കാര്യകാരണ ബന്ധങ്ങൾ അതീതായി, നമുക്ക് കേൾക്കൂല. അത്ര വലിയ സ്വാതന്ത്ര്യം മനസ്സിലില്ല. അപ്പോ ചുരുക്കത്ത് ആ ഏത് കിതാബിലാണ് ഉള്ളത്, ആ കിതാബ് ഇല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് അറിയാണ്ടെങ്കിൽ ഉണ്ട് എന്ന് അറിയാം. എന്നിട്ട് പിന്നെ കിതാബിനെ കുറിച്ച് വിശദീകരിക്കാം. അങ്ങനെ കിതാബിലുണ്ടോ? ഉണ്ട്. ഏത് കിതാബിലുണ്ട്? ഇന്ന കിതാബിലുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെ കിതാബിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. അതിന് ശേഷം സംസാരം തുടരാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ചോദ്യം തരുന്നില്ല എന്ന് തോന്നി. കിതാബിലുണ്ടോ അല്ല അതിന് മറുപടി അറിയാം. നിങ്ങൾ ചോദിച്ച ചോദ്യം തിരിഞ്ഞു. അതായത് നിങ്ങൾ എന്നോട്, നിങ്ങളെ ചോദ്യമാണ് ഞാൻ ശിക്കായത്ത് ചെയ്യണത്. നിങ്ങൾ എന്നോട് കിതാബ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചോദിച്ചാൽ ചുരുക്കട്ടെ, നേരെ തിരിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് അങ്ങോട്ട് ചോദിച്ചാൽ തൗഹീദാണ്, ഇങ്ങോട്ട് ചോദിച്ചാൽ ചുരുക്കാണ്, അതിനുണ്ടോന്നാ നിങ്ങൾ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ഈ ദൂരം നോക്കിയിട്ടല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ദൂരം നോക്കിയിട്ടല്ല തൗഹീദും ശിർക്കും തീരുമാനിക്കൽ. റേഷൻ കടയിലുള്ള ആളെ ഇവിടെ നിന്ന് വിളിച്ചാൽ അത് ശിർക്കാകുമല്ലോ എന്നാ നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നു അങ്ങനെ ശിർക്കാണ് ഏത് കിതാബിലാ പറഞ്ഞത്?
അങ്ങനെ വിളിച്ചാൽ ശിർക്കാവൂല, അല്ലെങ്കിൽ മരിച്ചുപോയ അമ്പിയാക്കന്മാർ മൊഹീദ്ദീൻ ശേഖനെ വിളിച്ചാൽ ദൂരത്തേക്ക് വിളിച്ചാൽ ശിർക്കാവൂല എന്നുള്ളതിന് ഞങ്ങൾ കിതാബ് വേറെ കളിച്ചു തരാം. അതിരിക്കട്ടെ, ഇതിങ്ങനെ ശിർക്കാകുന്ന ഏത് കിതാബിലാ പറഞ്ഞത്? ഒന്നുകിൽ ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. രണ്ടാമതൊരു ഒരു മറുപടി നമുക്ക് ഉണ്ടായാൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സുഖകരമാണ്. വിശുദ്ധ ഖുർആനിലുണ്ട് വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അദൃശ്യങ്ങളുടെ താക്കോല് അള്ളാഹുവിന്റെ അടുത്താണുള്ളത്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ അത് അറിയില്ല. ഇവിടെ വിളിക്കുമ്പോൾ അദൃശ്യല്ലേ? ആ ആയത്തിൽ ഏത് ഭാഗത്താണ് അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ വിളിച്ചാൽ ശിർക്കാകും എന്നത് ആ ആയത്തിന്റെ ഏതു ഭാഗത്താണ് പറഞ്ഞത്? ഒന്ന് അർത്ഥം വെക്കി, നമ്മൾ കൂടുതൽ ഇങ്ങനെ പരത്തണ്ട. ആ പറഞ്ഞ ആയത്തിന്റെ ഏതു ഭാഗത്തിലാണ് അമ്പിയാക്കന്മാരെ വിളിച്ചാൽ ശിർക്കാകും, ഔലിയാക്കന്മാരെ വിളിച്ചാൽ ശിർക്കാകും എന്ന് പറഞ്ഞത്? ഏത് ഭാഗത്താണ്? അതൊന്നും പറഞ്ഞത്. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമല്ലേ? നിങ്ങളെ വ്യാഖ്യാനോ ജിത്യാദോ ഗവേഷണമൊന്നും നമുക്ക് ആവശ്യമില്ല. അതുമാത്രമൊന്നും നമ്മൾ ഗവേഷണം ചെയ്യാൻ മാത്രമൊന്നും ആരും ആയിട്ടുമില്ല. അതല്ല നമ്മുടെ പ്രശ്നം. ഈ പറഞ്ഞ നിങ്ങൾ ഓതിയ ആയത്തിൽ അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ വിളിക്കുന്നത് ശിർക്കാണ് എന്നത് ഏത് വാചകത്തിന്റെ അർത്ഥമാണ്? ഇതാ നമുക്കറിയേണ്ടത്. വെറുതെ വ്യാഖ്യാനിക്കേണ്ട, നിങ്ങളും നമ്മളും ദുർവ്യാഖ്യാനിക്കേണ്ട. ഏത് ആയത്തിന്റെ, ആ ആയത്തിൽ പറഞ്ഞ ഏത് പദത്തിന്റെ അർത്ഥമാണ് അത് മാത്രം വിശദീകരിച്ചാൽ മതി. എന്നാൽ റേഷൻ കടക്കാരോട് ചോദിക്കുന്നത് തൗഹീദാണ്, ഏത് ആയത്തിലാണ്? അത് ഞങ്ങൾ വിശദീകരിക്കുന്നു പറഞ്ഞു. അതിന്റെ കയ്യിലുണ്ട് കിതാബേ. അത് നിൽക്കട്ടെ, അത് നമ്മൾ വിശദീകരിക്കാം. അതിനു മുമ്പ് ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ പോരാ. ശിർക്കാണ് എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബിൽ, ഖുർആനിൽ നിങ്ങൾ ഓതിയ ആയത്ത്, ഓതിയല്ലോ ഒരായത്ത് ഓതിയല്ലോ, ആ ഓതിയ ആയത്തിൽ ഏത് പദത്തിന്റെ അർത്ഥമാണ് അത് ശിർക്കാണ് എന്ന് ഒന്നുകിൽ പദം പറയുക, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. രണ്ടാമൊന്നും പറയാം. നമ്മൾ ഈ ആളുകളെ വട്ടം കിടക്കണ്ടില്ലല്ലോ. പറയൂ. എന്നാൽ ബഹുമാന പണ്ഡിതനോട് ഞാൻ വേറെ ആയത്ത് പറയാം. ആ ആയത്തിനെ പോട്ടെ, ആ ആയത്തിനെ പറ്റി, ആ ആയത്തിന് ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, ഇല്ലെങ്കിൽ ഇല്ല അറിയാം. അതല്ലേ ആ ആയത്തിൽ പറഞ്ഞാൽ നിങ്ങളെ വേറൊരു പ്രസംഗം വേണ്ട. നിങ്ങൾ ഓതിയ ആയത്തിൽ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഏത് വാചകത്തിന്റെ അർത്ഥമാണെന്നാണ് ചോദിച്ചത്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. അല്ലാതെ വേറെ ആയത്ത് ഓതുന്നത് ഞങ്ങൾക്കറിയാം. ഓതിയ ആയത്തിൽ ഖുർആനിൽ നിന്ന് നിങ്ങൾ ഓതിയ ആയത്തിൽ അമ്പിയാക്കന്മാരോടോ ഔലിയാക്കന്മാരോടോ സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണ്. അല്ലാതെ ആയത്തിൽ അപ്രകാരം ഇല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് നിങ്ങളുടെ രണ്ടാമത്തെ ആയത്തിലേക്കുള്ള ചാട്ടം കൊണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ആയത്തിനെ കുറിച്ച് ചോദിക്കാം. ഇവിടെ ഒന്നാമത്തെ ആയത്ത് തന്നെ പറഞ്ഞത് വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലന്നാണ്. ഗൈബ് എല്ലാ അമ്പിയാക്കളെ അല്ല പുണ്യാത്മാക്കളെ അലിയാക്കളെ പറ്റില്ല. ഗൈബ് അള്ളാഹിന് മാത്രമേ അറിയുള്ളൂ, നബിക്ക് പോലും അറിയില്ല. എന്നിട്ടാണ് അമ്പിയാക്കളെ ഇവിടെ ഏറ്റവും വലിയ നബിയാ. നബിക്കായിട്ട് ആരുള്ളൂ? അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഗൈബ് അറിയോ? നമുക്ക് ചർച്ച ചെയ്യാം. ഓതിയ ആയത്തിൽ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിനാണല്ലോ നിങ്ങൾ ആയത്ത് ഓതിയത്. നമ്മളെ പ്രശ്നം അതായിരുന്നല്ലോ. അത് നിങ്ങൾ നടക്കരുത്. മടക്കനമ്മ ചവിട്ടിയമാതിരി പറ്റൂല. അവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്ത്, അവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്ത്, അത് പറ്റൂല. രണ്ടാലും ഒന്ന് തീരുമാനിക്കണം. നിങ്ങൾ ഓതിയത് മരിച്ചുപോയ മഹാത്മാക്കളായ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ഏത് കിതാബിൽ പറഞ്ഞു എന്നാ ചോദ്യം. അതിന് നിങ്ങൾ ഓതിയ മറുപടിയാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു വഇൻദഹു മഫാത്തിഹുൽ ഗൈബി എന്ന ആയത്ത് തുടങ്ങിയ നിങ്ങൾ ഓതി. എന്റെ ചോദ്യം, ആ ആയത്തിൽ എവിടെയാണ് അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് എവിടെ പറഞ്ഞു? പോകട്ടെ, ആ ആയത്തിന്റെ ഏതെങ്കിലും ഒരു വിശദീകരണത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗൈബ് എന്താണെന്നോ അതാർക്കൊക്കെ അറിയാമെന്നോ? അതൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം, മറുപടി പറയാം, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ ചോദിച്ച നിങ്ങൾ ഈ ഉദ്ദേശിച്ച ആശയം അത് ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇല്ലേ? ഇത് ജനങ്ങളത് മനസ്സിലാക്കട്ടെ. നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പിന്നെ വിശദീകരണം നിങ്ങൾക്ക് ഞാൻ ഇനി ഓടുന്നതിലൂടെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അതിനു നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടുന്ന് വിളിച്ചാൽ, ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചാൽ നേരത്തെ പറയില്ലേ, ഒന്ന് ചെറുക്കും ഒന്ന് അല്ല രണ്ടും തൗഹീദാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ റേഷൻ കാപ്പുകാരന് എന്തായി പിന്നെ മുസ്ലിം ആണെങ്കിലോ കാഫിറാണെങ്കിലോ വിളിച്ചാൽ കേൾക്കും. അല്ലെ കേട്ടാല് പിന്നെ കേൾക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ വിളിക്കണേ. ഇത്രയും കാലം നിങ്ങൾ അരി വെച്ചാൽ അരി വെച്ചു എന്ന് വിളിച്ചാലോ
ഇതാ ഈ ആയത്താണ് ഞാൻ പറയുന്നത്. ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം. ആരോട്? അവരോട് എന്നാണ് ആരോട്? ആരോട് മുഴുവൻ പറയട്ടെ, അതിന്റെ ഇടചാടല്ലേ നിങ്ങൾ നമ്മളെ ഖുർആൻ പറയുന്നുണ്ടോ അതോ നമ്മൾ സ്വന്തം കൂട്ടലാണോ? വിശുദ്ധ ഖുർആനാ പറയണേ, ഞാനല്ല. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം. ലാ യസ്മഊ ദുആഅക്കും, അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഊ, ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബൂ ലക്കും, നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതുമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. ഹും എന്ന് പറഞ്ഞാൽ റേഷൻ കടക്കാർ എന്നാണോ അർത്ഥം? ഹും എന്ന് പറഞ്ഞാൽ ഇവിടെ റേഷൻ കടക്കാർ എന്നാണോ? അതിന്റെ മുമ്പ് മർജി ഉണ്ടോ? മർജി ഏതാണ്? ഞാൻ റേഷൻ കടക്കാരന് പറഞ്ഞു, ഞാൻ ആയത്തിന് അർത്ഥം പറഞ്ഞ നിങ്ങളെ വിശദീകരിക്കണ്ടേ? റേഷൻ കടക്കാരൻ അതോ കച്ചവടം? ഞാൻ ഉപര പറയണ്ടേ? പിന്നെ ഈ ആയത്തിന്റെ വിശദീകരണം ഒന്നും കൂടെ പറയണം. അപ്പൊ ആ ആയത്ത് ഒന്നുകൂടി ചോദിച്ചോടെ, എന്നാ ജനങ്ങൾക്ക് തിരിയാൻ നല്ലതാണ്. ഈ ആയത്ത് നിങ്ങൾ ഓതിയത് എന്തിനാണ്? അതൊന്ന് പറഞ്ഞാൽ എന്തൊരു ഉദ്ദേശത്തിനാണ് ഇപ്പൊ ആയത്ത് ഓതിയത്? എന്നാലല്ലേ പറയും അതിലുണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് വിശുദ്ധ ഖുർആൻ ഉള്ളതാണ്, നിങ്ങൾക്കറിയാം. ഉറപ്പാണ്, അത് സംശയം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്താണ് ഞാൻ അംഗീകരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. ലോകത്ത് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹു അക്ബർ, യാതൊരു സംശയവുമില്ല. അല്ലാഹു അക്ബർ. നമ്മളെ വിഷയം അതല്ല ഹബീബേ. ഇബാദത്തിന് അല്ലാഹു അല്ലാത്ത വേറെ ആരെങ്കിലും അർഹത ഉണ്ടോന്ന് ഞങ്ങൾക്ക് സംശയം തന്നെയില്ല. നമ്മുടെ വാദം അതല്ല. ആരാധനക്ക് അറിയാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നതന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്, ഞങ്ങളും വിളിച്ചു പറയുന്നത്, ഞങ്ങൾ അതിനു വേണ്ടിയാ നിലകൊള്ളുന്നത്. അതാ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഓതിയ ആയത്ത് ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് പാടില്ല എന്നതിനാണെങ്കിൽ നമ്മൾ തർക്കിക്കുന്നില്ല. ആരാധന അല്ലാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. നേരത്തെ ഇവിടെ വിശദീകരിച്ചത്. നമ്മുടെ ചർച്ചയും തർക്കവും അതല്ല. മരിച്ചുപോയ മഹാത്മാക്കളോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണോ അല്ലേ? അതിലാണ് നിങ്ങൾ ആയത്ത് ഓതിയിരുന്നത്. ഇപ്പൊ ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് എന്നാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ വാദത്തിന്റെ നിങ്ങൾ പിൻവാങ്ങിയിട്ടാണോ പുതിയൊരു ചോദ്യം ഉന്നയിക്കുന്നത്? അതല്ല അതിനു വേണ്ടി തന്നെ ഓതിയതാണോ? ഇതാണ് ഞാൻ ചോദിച്ചത്. ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അർപ്പിക്കുക എന്നത് നമ്മുടെ തർക്കമേ അല്ല. അത് ഞങ്ങൾക്ക് തർക്കമില്ല. നമ്മുടെ വിഷയം അല്ലാഹു അല്ലാത്ത അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ശിർക്കാണ് എന്നതിനാണ് നിങ്ങൾ ആയത്തോന്നുന്നത്. അത് അതിലുണ്ടോ ഇല്ലേ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനല്ലേ? അല്ലാതെ ആണെന്നോ? അല്ല, മൈക്കിൽ പറയാം. മറ്റേ നമ്മള് സ്വന്തം ദുർവ്യാഖ്യാനിക്കണ്ടല്ലോ. മരിച്ചുപോയതിനെ ഉദ്ദേശിച്ചു അങ്ങനെ പറയാം. അപ്പൊ അല്ലാതെ ആരാധന അല്ലാഹു അല്ലാത്തവർക്കല്ല. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് തെറ്റാണെന്ന് അർത്ഥം. ശരി. അപ്പൊ അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിനാണ് നിങ്ങൾ ആയത്ത് ഓതിയത്, ഇതല്ലേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹു അല്ലാത്ത അമ്പിയാക്കൾ, ഔലിയാക്കൾ പോലോത്ത ആളുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ആ ആയത്തിൽ എവിടെ പറഞ്ഞത്? ഇതാ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. നമ്മൾ വളരെ പ്രസക്താണ്, വളരെ വ്യക്തമാണ് ചോദിച്ചത്. എന്നാൽ അടക്കട്ടെ. നമ്മളെ ഓരോന്നോറും നമ്മൾ സൗഹാർദ്ദപരമായിട്ടാണ്. എന്താ ജനങ്ങൾ ഇത് ഇങ്ങനെ വട്ടം കറങ്ങുക. മൈക്ക നിങ്ങളെ കയ്യിലും നമ്മളെ കയ്യിലും ഉള്ളൂ. ജനങ്ങളെല്ലാവരേക്കും മൈക്കില്ല. അപ്പൊ അവര് സത്യം മനസ്സിലായിക്കോട്ടെ. ഏതായത്തിൽ ഈ ആയത്തിൽ എവിടെയാണ് അത് അല്ലാഹു അല്ലാത്ത അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഈ ആയത്തിന്റെ ഏതു ഭാഗത്തിലാണ് പറഞ്ഞത്? എന്നാൽ അപ്പൊ മനസ്സിലായി. വിഷയം പറയുന്നത് ഖുർആനിൽ എവിടെയാണ് അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തൗഹീദാന്ന് പറഞ്ഞത്? അങ്ങനെ ഉണ്ടെങ്കിലും എല്ലാം പറയാനുള്ളൂ. അത് നമുക്ക് രണ്ടാമത് പറയാം. നിങ്ങളിപ്പോ ഓതിയ ആയത്ത് നമ്മളെ ചർച്ച അതല്ല. നമ്മൾ കയ്യടി ഇസ്ലാമിക സംസ്കാരമല്ല. കയ്യടിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഇസ്ലാമിക സംസ്കാരം. കയ്യടി ഇസ്ലാമിക സംസ്കാരമല്ല. ഇമാം സർക്കശി, ബദറുദ്ദീൻ സർക്കശി, ഹിജറ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ബദറുദ്ദീൻ സർക്കശിയുടെ അഭിപ്രായം അനുസരിച്ച് കയ്യടിക്കൽ ഹറാമാണ്. വഅലമു ഉമ്മത്ത മുഹമ്മദ്. ഷാഫി മദ്ഹബിലെ മറ്റൊരു അഭിപ്രായം അനുസരിച്ച് കറാഹത്തുമാണ്. ഏതായാലും അത് പുണ്യകരമാണെന്ന് ഒരു കിതാബിലും ഒരു ഖുർആനിലും ഒരു സുന്നത്തിലും പറഞ്ഞിട്ടില്ല. കൈയടിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഏതായാലും പറയുന്നത് നിങ്ങൾ ഓതി ഒരായത്ത് ഓതിയിട്ട് പിന്നെ ഞങ്ങൾ വേറെ ആയത്ത് ഓതണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിന് നിങ്ങൾ ആയത്തോതി. ആ ആയത്തിൽ എവിടെയാണ് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാലേ നമ്മൾ വിഷയം തീരുള്ളൂ.
നിങ്ങളെ ആ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് വേണ്ടി ആയത്തോതാം. ആ ആയത്തിൽ ഈ അർത്ഥമുണ്ട് എന്ന് പറയണം. എവിടെയാണതുള്ളത് എന്നാ ചോദിച്ചത്. ഉണ്ടെങ്കിൽ കിട്ടിയെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇല്ലാതെ നമുക്ക് വിഷയം തീർക്കേ, നമ്മൾ വെറുതെ വട്ടം കിടക്കണ്ടല്ലോ. എന്നിട്ട് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരും. എന്തൊക്കെ ഉണ്ട് തഫ്സീർ, അതിന്റെ ആയത്തൊക്കെ ഉണ്ട്. ഇൻ തദൂവും ലാ യസ്മഉ ദുആക്കും എന്നുള്ള ഈ ഹദീസിന്റെ തഫ്സീർ നിങ്ങളൊന്ന് വായിച്ചാണ്. അല്ല, അത് ഞാൻ പിന്നെ വായിച്ചുതരാം. നിങ്ങൾ ഉദ്ദേശിച്ച ആശയം നിങ്ങൾ പറഞ്ഞല്ലോ ശിർക്കാണ്. അത് ഏത് ഭാഗത്താ പറഞ്ഞത്? തഫ്സീറൊക്കെ ഞാൻ വിശദീകരിച്ചു തരാം. എന്റെ കയ്യിലുണ്ട്. ഈ കാണുന്നതൊക്കെ അതിന്റെ തഫ്സീറാണ്. ഒക്കെ ഞാൻ വിശദീകരിച്ചു തരും. അത് നമുക്ക് പറയാം. അത് ശിർക്കാണ് എന്നതിന് നിങ്ങൾ ഓതിയ ആയത്ത് വെറുതെ ഓതിയാ പോരല്ലോ, അതിലിത് ഉണ്ടാവണല്ലോ. എവിടെയാണിത് ശിർക്കാണെന്ന് പറഞ്ഞത്? നബിയോട് തന്നെ പറയും ലൈൻ അശ്റക്ത ലയഹബത്തന അമലുക. നിന്റെ സകല പ്രവർത്തനങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് ശബ്ദമുണ്ടെന്ന് ഞാൻ അംഗീകരിച്ചു. പക്ഷേ വിഷയത്തിന് തെളിവാവൂല. വിഷയത്തിന് തെളിവാവൂല. നിങ്ങൾ ഇവിടെ പറയേണ്ടത് ഈ ആയത്തിൽ, നിങ്ങൾ ഓതിയ ആയത്തിൽ ശിർക്കാണ് അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ എന്ന് ഏത് പദത്തിന്റെ അർത്ഥമാണ്, എവിടെയാണ് പറഞ്ഞത്? ഇതാ ചോദ്യം. അതിന് മറുപടി പറയാം. വേറെ ആ ചോദ്യത്തിന് കാര്യമില്ല. ആ ആയത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ വേറെ ആയത്തോളാം, നമുക്ക് പ്രശ്നമില്ല. അതിന്റെ തഫ്സീർ ഞങ്ങൾ പറഞ്ഞു തരും. ഇതിന്റെ തഫ്സീർ എന്താ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും അത് സംശയമില്ല, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അബദ്ധമൊക്കെ പറ്റുന്നത്. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. ഇനി ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്ക് അർത്ഥം, നിങ്ങൾ ഓതിയ ലക്ഷ്യത്തിന് ആയത്ത് പര്യാപ്തമാണെന്ന് എനിക്കറിയില്ല എന്നാണ് സമ്മതിച്ചത് കൊണ്ട് ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം. കേട്ടുകൊള്ളുക. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഈ ആയത്ത് ഞങ്ങൾ പറയുന്ന വിശദീകരണമല്ല. പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്തു പറഞ്ഞു അതാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അത്രിയ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരുടെ തഫ്സീർ അൽ മുഹററുൽ വജീസ് എന്ന തഫ്സീറിന്റെ 13-ാമത്തെ വാല്യം 164-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ബയ്യന തആല, അല്ലാഹ് ഈ ആയത്തിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ബയ്യന തആല, അല്ലാഹു തആല വിശദീകരിച്ചു അംറൽ അസ്നാമി, വിഗ്രഹങ്ങളുടെ കാര്യത്തിനെയാണ് അല്ലാഹു വിശദീകരിച്ചത്. അതായത് ഇൻ തദഉഹും എന്ന് പറഞ്ഞ, ഉസ്താദ് നേരത്തെ ചോദിച്ചല്ലോ ഹും എന്ന് പറഞ്ഞ ആരാണ്, ആ ആരാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. ഇൻ തദഉഹും എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ കുറിച്ചാണ്. വിഗ്രഹങ്ങളോട് ചോദിച്ചാൽ അവർ കേൾക്കില്ല, അതിലാർക്കും സംശയമില്ല. വിഗ്രഹങ്ങളോട് ചോദിച്ചാൽ കേൾക്കില്ല. ആയത്ത് തഫ്സീർ മുഹററുൽ വജീസ്. ഇനി ഹാഫിദ് ഇബ്നു കസീർ, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ, അദ്ദേഹം പറയുന്നു യാനി ഈ ആയത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് അൽ ആലിഹത്തല്ലദീ തദഊനഹാ മിൻ ദൂനില്ലാഹി ലാ തസ്മഉ ദുആഅക്കും, അല്ലാഹു അല്ലാത്ത ഇലാഹുകളെയാണ്. അല്ലാഹു അല്ലാത്ത ഇലാഹുകളോട് വിളിച്ചാൽ, ഇലാഹുകൾക്ക് ഇബാദത്തെടുത്താൽ, അവരെ വിളിച്ചാൽ അവർ കേൾക്കൂല. അതിലാർക്കാ തർക്കമുള്ളത്? അദ്ദേഹം പറയുന്നു അന്നഹാ ജമാദുൻ ലാ റൂഹ ഫീഹാ, ആത്മാവില്ലാത്ത ജമാദുകളാകുന്നു എന്ന് പറഞ്ഞാൽ മരക്കഷ്ണങ്ങളാകുന്നു, അല്ലെങ്കിൽ തടികളാകുന്നു ഈ വിഗ്രഹങ്ങൾ, ഇലാഹുകൾ. അവർ കേൾക്കുകയില്ല, അതിലാർക്കും തർക്കമില്ല. ഇത് ഇബ്നു കസീർ തന്റെ തഫ്സീറിന്റെ 3-ാമത്തെ വാല്യം 559-ാമത്തെ പേജിൽ. അതെ. ഇനി ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി തന്റെ തഫ്സീർ റൂഹുൽ ബയാൻ 7-ാം വാല്യം 333-ാമത്തെ പേജിൽ പറയുന്നു ഈ പറഞ്ഞ ആയത്ത് ഇബ്താലുൻ ലിമാ കാനൂ യഖൂലൂന ഇന്ന ഫീ ഇബാദത്തിൽ അസ്നാമി ഇസ്സതൻ, വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നതിൽ ഒരു ഇസ്സത്തുണ്ട് എന്ന് വാദിച്ചിരുന്ന മക്കാ മുശ്രിക്കുകൾക്ക് ഗണ്യമായിട്ട് ഇറങ്ങിയതാണ് ഈ ആയത്ത്. റൂഹുൽ ബയാൻ 7-ാം വാല്യം 333-ാമത്തെ പേജ്. ഇങ്ങനെ തുടങ്ങി ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിന്റെ 26-ാമത്തെ പേജ് വാല്യം 12-ാമത്തെ പേജിൽ ഇത് പറയുന്നത് കാണാം. ഹാഫിദ് അബൂ ഹയ്യാൻ നഹ്വി തന്റെ തഫ്സീർ ബഹറുൽ മുഹീത്ത് 7-ാം വാല്യം 305-ാമത്തെ പേജിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലാ യസ്മഉ ദുആഅക്കും ലിഅന്നഹും ജമാദുൻ, അവർ ജമാദുകളാണ്, ജീവനില്ലാത്ത തടികളാണ്. അപ്പൊ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്ന ആളുകളെ കുറിച്ചാണ് ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് സുഹൃത്തെ. അതല്ലാതെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല
എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി വളരെ തഫ്സീറുകളിൽ ഇക്കാര്യം കാണാം. ബഹുമാനപ്പെട്ട ഇമാം ത്വബരിയുടെ ജാമിഉൽ ബയാൻ 10-ാം വാല്യം 404-ാമത്തെ പേജ്, ഷൗക്കാനിയുടെ ഫത്ഹുൽ ഖദീർ 4-ാം വാല്യം 425-ാം പേജിൽ വരെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബിയുടെ 14-ാമത്തെ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ 14-ാം വാല്യം 215-ാമത്തെ പേജിൽ ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട്. സർവ്വ മുഫസ്സിറുകളും ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഈ ആയത്ത് കൊണ്ട് മരണപ്പെട്ടു പോയ മഹാത്മാക്കളായ ആളുകളോട്, അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇൻതദുഉഹും എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ ഔലിയാക്കളോട്ട് അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് സഹായം നൽകുമെന്ന വിശ്വാസത്തോടെ അവരോട് ചോദിക്കുന്ന സഹായമല്ല ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഈ രൂപത്തിൽ വിധവികൾ ഓതുന്ന എല്ലാ ആയത്തിന്റെയും വിശദീകരണം എടുത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇക്കാര്യം വളരെ വസ്തുനിഷ്ഠമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്ത് ഇതേ ആശയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഇൻ തദ്ഉഹും മിനൽ ഹുദാ ലാ യസ്മഉ, അവർ നിങ്ങൾ വിളിച്ചാൽ, മുജാഹിദിന്റെ അർത്ഥപ്രകാരം വഇൻ തദ്ഉഹും, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ, അവർക്ക് നിങ്ങളെ ദുആ കേൾക്കുകയില്ല, അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിക്കാൻ പാടില്ല എന്ന് സാധാരണഗതിയിൽ മൗലവിമാർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിന്റെ ശരിയായ വ്യാഖ്യാനത്തിലും ഇപ്രകാരം പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ ആയത്തിന്റെ ഒക്കെ തഫ്സീലുകൾ എടുത്ത് പരതിയാൽ നിങ്ങൾ ചോദ്യമുണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ടായില്ല, പറയുന്ന മറുപടി കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു സന്മനസ് നിങ്ങൾക്ക് വേണം. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നത് നേരെ മറിച്ചാണ്. നിങ്ങൾ നോക്കൂ, തഫ്സീർ റൂഹുൽ ബയാൻ അതിന്റെ 3-ാമത്തെ വാല്യം 296-ാമത്തെ പേജിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞു, വഇൻ തദ്ഉഹും മിനൽ ഹുദാ ലാ യസ്മഉ, അവരെ നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കില്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അയൽ അസ്നാമ, വിഗ്രഹങ്ങളെ കുറിച്ചാണ്, വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് എടുക്കുന്ന ആളുകളെ കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലാ യസ്മഉ, പരിശുദ്ധ ഖുർആനിൽ അവർ കേൾക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഐ ദുആഅക്കും, അവരെ വിളിച്ചാൽ, വിഗ്രഹങ്ങളെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല. ദുആഅക്കും, നിങ്ങളെ ദുആഇനെ അവർ കേൾക്കൂല. ഫളിൽ മുസാഅദതി വൽ ഇംദാദി, പിന്നെയല്ലേ അവർ സഹായിക്കൽ. അവ വിളിച്ചാൽ കേൾക്കുകയില്ല വിഗ്രഹങ്ങൾ, എന്നിട്ടല്ലേ അവർ സഹായിക്കൽ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇസ്മാഈലുൽ ഹഖി തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നു, വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാ, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം ശരിയായ രൂപത്തിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, പൂർവീക പണ്ഡിതന്മാർ പഠിപ്പിച്ച വ്യാഖ്യാനമാണ് ഞങ്ങൾ പറയുന്നത്. വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയാഇ വൽ ഔലിയാ, ഈ പറഞ്ഞ ആയത്ത് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും റൂഹുകളിലേക്ക് മുന്നിടുന്നതിന്, അവരോട് സഹായം ചോദിക്കുന്നതിന് ഒരിക്കലും എതിരല്ല. അത് ഈ ആയത്തിന്റെ വ്യാപ്തിയിൽ പെടില്ല. ബഹുമാനപ്പെട്ട തഫ്സീർ റൂഹുൽ ബയാനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. മഹാൻ പറഞ്ഞു, ഫഇന്നൽ ഇസ്തിംദാദ മിൻഹും, അവരിൽ നിന്ന് സഹായം തേടൽ, അമ്പിയാക്കളിൽ നിന്ന് ഔലിയാക്കളിൽ നിന്ന് സഹായം തേടൽ, വത്തവസ്സുലബിഹിം, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യലും, വല്ലിൻതിസാബ ഇലൈഹിം, അവരിലേക്ക് ചെന്ന് ചേരലുമൊക്കെ, അമ്പിയാക്കന്മാരരികിലേക്ക് അവരോട് സഹായം ചോദിക്കുക, അവരുടെ മക്ബറയിൽ അരികിലേക്ക് പോവുക, അവരോട് സഹായം ചോദിക്കുക, അവരെ ഇടയാളനാക്കി അല്ലാഹുവിനോട് ദുആഇക്കുക, ഈ പറയുന്ന പരിപാടിയൊക്കെ من حيث إنهم مظاهر الحكيم ومجالي أنباره ومرائي كمالاته وشفعاؤه في الأمور الظاهرة والباطنة, അള്ളാഹുവിന്റെ ആ താല്പര്യം ശഫാഅത്തിന് അർഹരായ ആളുകളാണ്, അവന്റെ പൊരുത്തപ്പെട്ട ആളുകളാണ് എന്ന അർത്ഥത്തിൽ അവരോട് സഹായം ചോദിക്കൽ ലഹു ഗായാത്തുൻ ജലീല, അതിന് വളരെ വലിയ ഫലമുണ്ട്, വളരെ വലിയ മഹത്വമുണ്ട്. മാത്രമല്ല വലൈസ ദാലിക ബിശിർകിൻ അസ്ലാ, അതൊരിക്കലും ശിർക്കല്ല, അതൊരിക്കലും ശിർക്കല്ല. ബൽ ഹുവ, ഇത് സമസ്തയുടെ പണ്ഡിതന്മാർ പറയുന്നതല്ല, തഫ്സീർ റൂഹുൽ ബയാൻ. നിങ്ങൾ ഇത്തരം ഖുർആൻ വ്യാഖ്യാനം കാണാത്തത് കൊണ്ടാണ് പാവപ്പെട്ട മുസ്ലിമീകളെ നിങ്ങൾ മുശ്രിക്കാക്കുന്നത്. ഞാൻ ഉറച്ചു പറയുന്നു, ബഹുമാനപ്പെട്ടവർ ഇതിൽ വിശദീകരിക്കുന്നത് വലൈസ ദാലിക ബിശിർകിൻ അസ്ലാ, അതൊരിക്കലും ശിർക്കല്ല. പിന്നെയോ
ബൽ ഹുവ അയ്നു തൗഹീദ്. അതാണ് തൗഹീദ്. അത് തൗഹീദിന്റെ അയിനാണ്, ശിർക്കല്ല. ഇത് സമസ്തയുടെ പണ്ഡിതൻ പറയുന്നതല്ല. തഫ്സീർ റൂഹുൽ ബയാൻ 3-ാം വാള്യം 296-ാമത്തെ പേജ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നത്, വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് കൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് തെളിയിക്കാൻ ഒരൊറ്റ ആയത്ത് കൊണ്ട് കഴിയില്ലെന്ന് മാത്രമല്ല, പ്രാമാണികരായ ഒരു മുഫസ്സിറിന്റെ വാക്കുകൊണ്ടെങ്കിലും അത് ശിർക്കാണെന്ന് തെളിയിക്കാൻ ലോകത്തൊരു കക്ഷിക്കും ഒരു വ്യക്തിക്കും കഴിയില്ലെന്ന് തീർത്തു പറയാൻ ഞങ്ങൾ ഈ സമരം ഉപയോഗപ്പെടുത്തുകയാണ്. മാത്രമല്ല, അത് ശിർക്കാണെന്ന് പറയുന്നവര് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവരാണ് എന്നുകൂടി ആരും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവരാണെന്ന് കൂടി ബഹുമാനപ്പെട്ട സുബക്കി ഇമാമു തങ്ങൾ അദ്ദേഹത്തിന്റെ ശിഫാഉ സഖാമിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇബ്നു കസീറിൽ മൻ തസഅമൂന മിനൽ മലായികത്തിൽ മുഖറബീൻ എന്നില്ല. അങ്ങനെ ആവുമ്പോ മലക്കുകളെയും വിളിച്ച് പ്രാർത്ഥിക്കാനായില്ലേ? ചോദ്യം മനസ്സിലായില്ല. മുഴുവൻ വായിച്ചിട്ട് അർത്ഥം വെക്കും. ഞങ്ങൾ പറഞ്ഞെന്താ തിരിയണമെന്ന് ഞങ്ങൾക്ക്. നിങ്ങൾ പല തഫ്സീറും പറഞ്ഞില്ലേ? ഇബ്നു കസീറിലുണ്ട് മൻ തസഅമൂന മിനൽ മലായികത്തിൽ മുഖറബീൻ എന്നുണ്ട്. നിങ്ങളായി നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. അപ്പൊ അവിടെ മലക്കോടും വിളിച്ച് പ്രാർത്ഥിക്കുന്ന അഭിപ്രായമുണ്ട്. അതിന്റെ അർത്ഥം കൂടി വെക്കും. അതിന്റെ അർത്ഥം കൂടി വെക്കും. നിങ്ങൾ ഈ മൻതസഅമൂന വാദിക്കുന്നവരുണ്ട് മിനൽ മലായികത്തിൽ മുഖറബീൻ, മുഖറബീങ്ങളായ മലായിക്കത്തുകളാണ് എന്ന് വാദിക്കുന്നവർ അതിലുണ്ട്. എന്ത് മലക്കുകളാണെന്ന് വാദിക്കുന്നവരെന്ത് എന്താണ് ഇപ്പൊ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇബ്നു കസീർ ഉണ്ടോ? അതെടുത്ത് നോക്കി. അല്ല, അത് ഞങ്ങൾക്ക് പലതും അറിയാം. അത് പിന്നെ ചിന്തിക്കാം. നിങ്ങൾ പറഞ്ഞത് എന്തിനാന്ന് പറയും. നിങ്ങൾ എന്ത് ആശയത്തിനാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ പല കിതാബുണ്ട്. പലതും നോക്കിയിട്ടും പഠിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ പാവപ്പെട്ട മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കാൻ വേണ്ടി നടത്തുന്ന ആയത്തും ഞങ്ങൾ പഠിച്ചിട്ട് തന്നെ വന്നിട്ടുള്ളത്. പറഞ്ഞോളൂ. അപ്പൊ പറയാ ഫാത്തിറിലെ 14-ാമത്തെ ആയത്തിന് ഇബ്നു കസീർ പറഞ്ഞത് വല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഐ മിനൽ അസ്നാമി വൽ അൻദാദ് അലാ സൂറത്തി. ഇപ്പൊ വായിച്ചതാ ശരി. മിനൽ അസ്നാമി, വിഗ്രഹങ്ങളാൽ, വൽ അൻദാദി, അല്ലാഹുവിന്റെ പങ്കാളികളാലും. അതെ, അവരാരാധിക്കുന്നവർ അത് പാടില്ല. ശരിയാണ്, യാതൊരു സംശയമില്ല. അടുത്ത ചോദിച്ചോളി. ഇപ്പൊ വായിച്ചിന്റെ അർത്ഥം അങ്ങനെ വെക്കുക. ഓരോന്നോരോന്ന് ഇങ്ങനെ കഴിഞ്ഞോട്ടെ. അടുത്തതല്ല പ്രശ്നമില്ല. മറുപടി നിങ്ങൾ മണ്ടിലല്ലേ? ഞാൻ മാനമായിട്ട് തന്നെ പറയുന്നത്. നിങ്ങളെ ചോദ്യം കഴിഞ്ഞിട്ടാ പറയുന്നത്. ഐ മിനൽ അസ്നാമി വൽ അൻദാദി ഹിയ അലാ സൂറത്തിൽ മൻ തസഅമൂന മിനൽ മലായികത്തിൽ മുഖറബീൻ എന്ന് ഇബ്നു കസീർ കൊടുത്തില്ലേ? അതിലെന്താണ് ഇതിലാ പറയുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? അതാ ചോദിക്കണത്. എന്താണ് ഇതിലാ പറയുന്നത്? മിനൽ അസ്നാമി വൽ അൻദാദി എന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? അവിടെ ഇൻ തദൂഹം എന്ന് പറഞ്ഞാൽ ഇൻ തദൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് അസ്നാമി അൻദാദി എന്നാണ് പറഞ്ഞേ എന്നല്ലേ? അൻദാദി എന്നാ അതന്നെയാ. അദ്ദേഹം തന്നെ പറയാണ് തസഅമൂന മിനൽ മലായികത്തിൽ മുഖറബീൻ. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മറച്ചേക്കരുത്. ഒരിക്കലും നമ്മൾ മറച്ചേക്കൂല. നമ്മൾ തുറന്ന് പറയുന്നേ. നമ്മളൊന്നും മറച്ചു വെക്കൂല. അപ്പൊ കുറച്ച് തുറന്ന് പറഞ്ഞില്ലേ, ബാക്കി കൂടി തുറന്ന് പറയാൻ പോകുന്നുള്ളൂ. നിങ്ങൾ കേട്ടോളി. നമ്മളെ പ്രശ്നം അതല്ല. നിങ്ങൾ ഒമൻ തസ്ഉമൂന മിനൽ മലായികത്തിൽ മുഖറബീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താപ്പോ? എന്താണ് ഇപ്പൊ പറഞ്ഞത്? അത് പറയും. അതൊന്ന് തീരുമാനിക്കാം. മിനൽ അസ്നാമി വൽ അൻദാദി. അല്ല, അതിന്റെ അർത്ഥം എല്ലാവർക്കും തിരിഞ്ഞു. അടുത്ത എന്നതിനെന്താ അർത്ഥം പറഞ്ഞ നിങ്ങൾ പറഞ്ഞ തെറ്റാന്നാല്. നിങ്ങൾ എന്താ പറഞ്ഞ അർത്ഥം? അതിന്റെ വാക്യം എന്നത് ഹിയ ഐ അലാ സൂറത്തി മൻ തസഅമൂന മിനൽ മലായികത്തിൽ മുഖറബീൻ. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ. നിങ്ങളൊന്ന് പറഞ്ഞത് എന്താ അർത്ഥം? കാരണം നിങ്ങൾ വെറും അർത്ഥം ചോദിച്ചാണ്ട് പഠിപ്പിച്ചാൽ നിങ്ങൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞൂടെ? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. തെറ്റാണ് ഞാൻ പറഞ്ഞതാ. അസ്നാമ് എന്ന് പറഞ്ഞാൽ പ്രതിമകൾ എന്നാണ് അർത്ഥം. അൻദാദ് എന്ന് പറഞ്ഞാൽ നിദ്, ഫനമിന്റെ മറ്റൊരു പര്യായ പദമാണ്. പ്രതിമകൾ എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഫിറുകൾ അവര് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, അവര് ആരാധന ചെയ്തിരുന്ന ബിംബങ്ങളെ സംബന്ധിച്ചും പ്രതിമകളെ സംബന്ധിച്ചുമാണ് അല്ലാഹു തആല ആ ആയത്തിൽ പറയുന്നത്. തൊട്ടുടനെ മലക്കുകളെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിക്കുന്നു, തഫ്സീർ പരാമർശിക്കുന്നു. ഇതിന്റെ അർത്ഥം മലക്കുകൾ മഅബൂദുകളാണ്, ആരാധനക്കർഹമായ ആളുകളാണ് മലക്കുകൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് മലക്കുകളെ ആരാധിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്.
മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ്, അള്ളാഹുവിന്റെ മക്കളാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ മക്കളായ മലക്കുകൾ ആരാധിക്കപ്പെടാൻ അർഹരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവര് സ്വയം പര്യാപ്തരാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വയം പര്യാപ്തരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ബിംബങ്ങളെ, അതുപോലെ തന്നെ പ്രതിമകളെ, മലക്കുകളെ ആരാധിച്ചിരുന്ന മുശ്രിക്കുകളെ സംബന്ധിച്ചാണ് ഇബ്നു കസീർ അവിടെ വിവരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് മലക്കുകളെ വിളിച്ച് മലക്കുകളെ ആരാധിച്ചവരെ സംബന്ധിച്ചല്ല, മലക്കുകൾക്ക് ഇബാദത്തെടുത്തവരെ സംബന്ധിച്ചല്ല. പ്രത്യുത മലക്കുകൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് സഹായം ചോദിക്കുന്നവരെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് ശിർക്കാണെന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടോ? അത് ശിർക്കാണെന്ന് ഇബ്നു കസീർ എന്നല്ല, ലോകത്തേതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ്, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഇഷ്ടദാസന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഏതെങ്കിലും തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഉദ്ധരിക്കേണ്ടത്. ബുഖാരിയിൽ തന്നെ കാണാൻ കഴിയും, തായിഫിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോരുമ്പോൾ മലക്കുകളോട് സഹായം ചോദിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ മലകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട അതാ മലകളുടെ മലക്കുകൾ ഇതാ, തങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് സഹായം ചോദിച്ചോളി. മലക്കുകളോട് സഹായം ചോദിച്ചാൽ ശരിയായി പോകുമല്ലോ എന്നുള്ള ആശയം ജിബ്രീൽ മനസ്സിലാക്കിയിട്ടില്ല. ഇത് ബുഖാരിയിലുണ്ട്. അപ്പൊ മലക്കുകളോട് സഹായം ചോദിച്ചത് കൊണ്ട് മുസ്ലിക്കാവൂല, കാഫിറാവൂല. മുസ്ലിക്കാകുകയാണെങ്കിൽ കാഫിറാകുകയാണെങ്കിൽ ജിബ്രീൽ നബിനോട് മലക്കുകളോട് സഹായം ചോദിക്കാൻ കൽപ്പിക്കൂല. ഇത് ബുഖാരിയിലുണ്ട്. നിങ്ങളുടെ ചോദ്യം തീരെ സ്പഷ്ടമല്ല. എല്ലാവർക്കും അറിയാം, ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ചോദ്യം ഉത്തരം തീരെ സ്പഷ്ടമല്ല. കാരണം നിങ്ങൾ അസ്നാമ് അന്താദല്ല പറഞ്ഞു. ഇപ്പോൾ ഒരു ബിംബത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്കും തന്നെ ആ ബിംബം എനിക്ക് എന്റെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നതല്ല, അതൊരു പ്രതീകമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കബറിലെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രതീക. ഞാൻ ഇവിടെ പോലെ നിർത്തിയ ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്നുള്ള ചെറിയൊരു ബുദ്ധിയെങ്കിൽ നിങ്ങൾ ഉണ്ടാകാമല്ല. നിങ്ങൾ ആദ്യം 1-2 ചോദ്യമൊക്കെ ചോദിച്ചപ്പോ നല്ല ശാന്തമായ ചോദ്യമായിരുന്നു. പിന്നെ ഇങ്ങനെ കൂടി വരിക. നിങ്ങൾക്ക് ഇങ്ങനെ ഈറ കൂടുന്നത് അത് നമുക്ക് മനസ്സിലാവില്ല. ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ കൂടുക. ശാന്തമായിട്ട് ചോദിച്ചാൽ മതി, ശാന്തമായിട്ട് മറുപടിയും പറയും. ഞാൻ നേരത്തെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം ഇങ്ങോട്ട് എങ്ങനെ വെച്ചാൽ അങ്ങനെ ആയിരിക്കും മറുപടി. ശാന്തമായിട്ട് ചോദിച്ചാൽ ശാന്തമായിട്ട് മറുപടി പറയാം. വെറുതെ എന്തിനാ ഈറടിക്കുന്നത്? ഇവിടെ പിന്നെ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞ എന്താ, നിങ്ങളുടെ ഉത്തരം സ്പഷ്ടമല്ല, നിങ്ങളുടെ ഉത്തരം സ്പഷ്ടമല്ല, വ്യക്തമല്ല. എന്തുകൊണ്ട്? ഇവിടെ പ്രതിമക്ക് മുമ്പിൽ ചെന്ന് വണങ്ങുന്ന ഒരു വ്യക്തി, ഒരു മുശ്രിക്ക്, അവൻ ആ പ്രതിമ എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രതിമ ഒരു പ്രതീകം മാത്രമാണ് എന്നതുപോലെ അവര് കുത്തനെ നിർത്തിയ പ്രതിമയോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾ കുത്തനെ കടത്തിയ പ്രതിമയോടാണ് ചോദിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു വ്യത്യാസമില്ല. മൂപ്പരെ ഈറോണ്ട് നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായല്ലോ എന്ന് ഞാൻ ചോദ്യം ഒന്ന് വിശദീകരിച്ചതാണ്. ഇതാണ് ഇപ്പൊ ചോദ്യം. എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ചോദ്യക്കാരൻ പറഞ്ഞതല്ല. പ്രത്യുത മക്കയിലുള്ള മുശ്രിക്കുകളും അതുപോലെ ഏത് മുശ്രിക്കും, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഏതൊരു മുശ്രിക്കും, അവൻ പ്രതിമകളോടാവട്ടെ ബിംബങ്ങളോടാവട്ടെ സഹായം ചോദിക്കുമ്പോൾ അവൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, വതിൽക സിഫാത്തുല്ലതി തഖയ്യലൂഹാ ഫീ അസ്നാമിഹിം അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി. ഈ പ്രതിമകൾക്ക്, ഈ ബിംബങ്ങൾക്ക് കണ്ടോ, വതിൽക സിഫാത്തുല്ലതി തഖയ്യലൂഹാ ഫീ അസ്നാമിഹിം, മുശ്രിക്കുകൾ അവരുടെ പ്രതിമകളിൽ അവര് സങ്കൽപ്പിക്കുന്നത് ഇത് കേവലം ഒരു പ്രതീകമാണ് എന്നല്ല. പ്രത്യുത അന്നഹാ തളുറു, ഈ ബിംബങ്ങൾ ഉപദ്രവം ചെയ്യും, വതൻഫഉ,